ചില കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. അത് നമ്മുടെ प्रभु ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. प्रभु के वचन को प्यार करने वाले लोग हैं आप लोग, मैं जानता हूँ। और प्रभु के वचन को जब भी हम लोग आज से मनन जब भी करेंगे, एक बात हम समझना कि मसीह जिंदगी के एक बुनियाद बात को जो है हम लोग आज से सीखने के लिए जा रहे हैं। ഇത് വളരെ അടിസ്ഥാനപരമായി ഞാൻ പറയുമ്പോൾ യേശു കർത്താവിന്റെ രേഖപ്പെടുത്തിയ പ്രസംഗങ്ങളിലെ ആദ്യത്തെ പ്രസംഗമാണെന്ന് മാത്രമല്ല, ഏറ്റവും ദൈർഘ്യമേറിയ യേശു കർത്താവിന്റെ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണം. അത് നമുക്ക് വളരെ ചിന്തയ്ക്ക് കാരണമായി തീരും. ये यीशु मसीह का पहला पैगाम का केवल काली नहीं, बल्कि यीशु मसीह ने जो पैगाम दिया वो एक लंबी पैगाम है। ये पहाड़ी पैगाम करके हम लोग देख सकते हैं। അവിടെ ഈ ഗിരിപ്രഭാഷണത്തിലേക്ക് നാം കടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കും. എങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ വാക്കാണ് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ. ഗിരിപ്രഭാഷണത്തിൽ ആവർത്തിയായി നാം കാണുന്ന ഒരു പ്രയോഗമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 31 തവണ നാം കാണുന്ന ഒരു പ്രയോഗമാണ് കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം. ആ വാക്ക് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. मत्ती के सुसमाचार में तकरीबन 31 दफा जो है स्वर्ग राज्य करके मत्ती ये कहता हुआ हम लोग देख सकते हैं। 31 बार स्वर्ग राज्य, नहीं तो खुदावन की बादशाही के बारे में बताया गया है। ഇന്ന് നാം ഈ രാത്രിയിൽ ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ സ്വർഗരാജ്യത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പ്രാരംഭമായി ക്ഷണിക്കുന്നത്. मैं शुरुआती तौर में प्रभु के राज्य के बारे में, नहीं तो इस खुदावन की बादशाही के बारे में जो महत्वपूर्ण है उसके बारे में आपको मैं समझाना चाहता हूँ। മത്തായിയുടെ സുവിശേഷം ബൈബിളിലെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ ഒന്നാമത്തെ സുവിശേഷമായി നിൽക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ ഒരു പ്രമേയം തന്നെ, ഒരു തീം തന്നെ ഈ സ്വർഗരാജ്യമാണ്. ये मत्ती का सुसमाचार नए नियम का सबसे पहला एक पुस्तक में लिखा गया है, लेकिन हम लोग देखते हैं कि ये मत्ती का सुसमाचार का या सुसमाचार का सबसे मेन मुख्य विषय जो है वो परमेश्वर का राज्य है, नहीं तो स्वर्ग राज्य के बारे में है। സ്വർഗരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം, സ്വർഗരാജ്യത്തിലെ ജീവിതം എങ്ങനെ ആയിരിക്കണം, സ്വർഗരാജ്യത്തിലെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, സ്വർഗരാജ്യത്തിലെ ഭാവി എന്താ, ഇങ്ങനെ രാജ്യം. ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ 4:17 സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ്. അങ്ങനെ ഈ പുസ്തകത്തിൽ സ്വർഗരാജ്യം ഒരു മുഖ്യ പ്രമേയമാണ്. स्वर्ग राज्य करके जो विषय है या परमेश्वर की बादशाही करके जो विषय है, ये मत्ती के सुसमाचार में एक मुख्य विषय है। इसमें स्वर्ग राज्य का भविष्य क्या है, स्वर्ग राज्य में रहने वालों का स्वभाव मूल्य क्या है, इन सारे विषयों को हम लोग इस मत्ती का सुसमाचार में देख सकते हैं। उसके अलावा मत्ती का सुसमाचार 4:17 में यीशु मसीह का पैगाम का आरंभ भी वो इसी तरह करता है कि ये बोलकर कि परमेश्वर मन फिराओ क्योंकि परमेश्वर का राज्य निकट आया है। ഈ മത്തായിയുടെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന പ്രയോഗം, മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ 28 അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവിന്റെ ജീവിതം, ശുശ്രൂഷ ഒക്കെ അവിടെ ഉണ്ട്. ജനനം മുതൽ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും യേശു കർത്താവിന്റെ ടീച്ചിങ്ങിന് വളരെ പ്രാധാന്യത മത്തായി കൊടുക്കുന്നു. മത്തായി എന്ന ആ പണ്ടത്തെ ചുങ്കക്കാരൻ, ശാസ്ത്രിയായിരുന്നവൻ, മത്തായി 9:9 ആ തൊഴിൽ വിട്ടവൻ വളരെ കൃത്യമായി യേശു കർത്താവിന്റെ ടീച്ചിങ്സിനെ അടുക്കി മറ്റേത് സുവിശേഷകരെക്കാളും വ്യത്യസ്തമായി നമുക്ക് തന്നിരിക്കുക. मत्ती का सुसमाचार जब हम लोग देखेंगे, बाकी सुसमाचारों में खुदावन की बादशाही या परमेश्वर की बादशाही करके बताता है, लेकिन मत्ती के सुसमाचार में आसमानी बादशाही या स्वर्ग राज्य करके दर्शाया गया है। तो स्वर्ग राज्य के बारे में बड़े इंपॉर्टेंस को देता हुआ हम लोग ये सुसमाचार में शुरू से लेके ये पूरे 28 अध्याय में हम लोग देख सकते हैं। മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സ്വർഗരാജ്യം വെളിപ്പെടുത്തുന്ന, വിളംബനം ചെയ്യുന്ന യേശു കർത്താവിനെ
വ്യത്യസ്ത നിലകളിലാണ് മത്തായി കാണിച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നില്ല, നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് നമുക്ക് വരണമെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പുതിയ മോശയായി, ഒരു പുതിയ പ്രമാണം നൽകുന്ന, ഒരു പുതിയ ഉടമ്പടിയുടെ സ്ഥാപകനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. और मत्ती के सुसमाचार में यीशु के टीचिंग को, यीशु के जो सिखाते हुए बातों को बड़ा जोर दिया गया है। उसके अलावा मत्ती जो है यीशु मसीह को एक नया मूसा के जरिए हमें इस समाचार में दर्शाया गया है। मूसा के जरिए, नहीं तो नया मूसा के मतलब क्या है कि नए नियम को लेके आया, नया अहद को लेके आया हुआ एक मूसा के बारे में जो है मत्ती यहाँ पर यीशु के बारे में बताता है। മത്തായി 5:1-2 വാക്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ വരാം. അവിടെ നിന്നുകൊണ്ട് ഞാൻ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടെ പറയുന്ന പ്രസക്തമായ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ എന്താ നാം കാണുന്നത്? ഞാൻ തന്നെ വായിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് എന്തെന്നാൽ എന്നാണ് നാം കാണുന്നത്. देखिए मत्ती का सुसमाचार 5वां अध्याय उसका पहला 2 वचन में हम लोग जरा आएंगे तो देखो वहां पर क्या लिखा है कि वह इस भीड़ को देखकर पहाड़ पर चढ़ गया और जब बैठ गया तो उसके चेले उसके पास आए और वो अपना मुंह खोलकर उन्हें ये उपदेश देने लगा। അവിടെ വളരെ ശ്രദ്ധേയമായ പല കാര്യങ്ങളുണ്ട്. എങ്കിലും ആ ആദ്യ പ്രയോഗത്തിൽ തന്നെ പുരുഷാരത്തെ കാണുന്ന കർത്താവ് മലമേൽ പോകുകയാ, ഗോയിങ് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. മലമേൽ പോകുക എന്ന് പറഞ്ഞാൽ പഴയ നിയമം അറിയാവുന്ന യഹൂദൻ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, മലമേൽ പോയി ഒരു പ്രമാണം, ഒരു ഉപദേശം നൽകിയ അല്ലെങ്കിൽ പ്രമാണവുമായി വന്ന ഒറ്റ വ്യക്തിയെ പഴയ നിയമത്തിലുള്ള മോശ സീനായി പർവ്വതത്തിൽ കയറിപ്പോന്നു. ദൈവത്തോടുള്ള അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അഗ്നിമയമായ പ്രമാണവുമായി വരുന്നു. അതുപോലെ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്ന കർത്താവ് മലമേൽ കയറി ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ആ ദൂത് പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് പുതിയ പ്രമാണവുമായി ഇതാ ഒരു പുതിയ മോശ പർവ്വതത്തിൽ മുകളിൽ കയറി ഉപദേശിക്കുകയാണ്. देखिए 5 का 1 में क्या लिखा है कि वो उस भीड़ को देखकर पहाड़ पर चढ़ गया। हमको मालूम है जब भी पुराने नियम को पढ़ते हैं तो पहाड़ पर चढ़कर अहद को नया नहीं तो पुराने अहद को लेके आया हुआ, पुराने नियम को लेके आया हुआ एक व्यक्ति है तो वो मूसा है। परमेश्वर से नियम को पाकर उस पहाड़ से उतर के आया। लेकिन यहाँ पर नए नियम में आएंगे तो नया मूसा को हम लोग देख सकते हैं जो पहाड़ पर से अपने नए नियमों को बता रहा है। 5 का 21 में इस तरह क्या कि तुम सुन चुके हो लेकिन मैं तुमसे कहता हूं। ऐसे नया अहद को, नया नियम को यीशु मसीह बोलता हुआ नया मूसा को मत्ती प्रस्तुत करता है। നോക്കി, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. അവിടെ അവൻ ഇരുന്ന ശേഷം, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു പ്രയോഗമാണ്. പ്രസംഗങ്ങൾ അധികം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സൂമിന്റെ കാലത്താണ് ഇരുന്നുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മൾ ശീലിച്ചത്. അതിനു മുൻപ് ഇരുന്നൊരാൾ പ്രസംഗിച്ചാൽ നമ്മൾ കൃപയില്ലെന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ ഒരു 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 ജ്വലനമില്ലെന്നൊക്കെ മലയാളത്തിൽ പറയും. കാരണം എന്താ? പ്രസംഗം നമുക്ക് എപ്പോഴും എക്സ്യൂബറന്റ്, വൈബ്രന്റ്, വളരെ ശബ്ദ ഗാംഭീര്യതയോട് നാം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും ഗാംഭീര്യത ഇവിടെ ഉണ്ട്. പക്ഷെ ഇരുന്നു കൊണ്ടെന്ന് പറയുമ്പോൾ പ്രസംഗികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു. और वहां पर हम लोग देख सकते हैं कि यीशु खड़ा होकर पैगाम नहीं दिया बल्कि वहां पर बैठ गया और उसके चेले उनके पास है और वो उपदेश देने लगा। बहुत दफा हमें लगता है कि अगर पासवान या कोई भी पास्टर खड़ा होकर प्रचार नहीं करता है तो उसको फजल नहीं है या कृपा नहीं है या कोई जोर नहीं है, तो खड़े होकर बड़े जोर से पैगाम देना ही हमें पसंद है। लेकिन यहाँ पर उससे सबसे विपरीत यीशु मसीह वहां पर बैठकर जो है अपने पैगाम को देता हुआ हम लोग देख सकते हैं। നമ്മുടെ പ്രസംഗ ശാസ്ത്രത്തെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഈ പ്രസംഗത്തിലേക്ക് നമ്മളൊന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ വളരെ വളരെ ഷോക്കിംഗ് ആയി നമുക്ക് തോന്നും. കാരണം നമ്മുടെ പ്രസംഗത്തിൽ അവസാനം വരുന്ന ഒരു വളരെ ഒരു വൈബ്രൻസി, ഒരു ചൈതന്യമൊന്നും ഈ പ്രസംഗത്തിലില്ല. അവസാനം 2 ചോയ്സ് അവരുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിക്കുക.
അല്ല എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസെ കീബോർഡ് ഒന്ന് എടുത്ത് നമുക്കൊന്ന് എല്ലാവരും ഒന്ന് സ്ട്രിങ്സ് ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് വികാരത്തിന്റെ മുനയിൽ എത്തിക്കുന്നതിലും അപ്പുറമായി ഒരു പ്രധാനപ്പെട്ട ദൂത്, ഒരു വാക്ക് ചേർത്ത് പറഞ്ഞാൽ യഹൂദ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് റബി ഇരുന്നു കൊണ്ട് പറയുന്നത്. അത് ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ട ദൂതാണ്. हम लोग ज्यादातर सोचते हैं कि पैगाम में ऐसा होना चाहिए और पैगाम के एंड में जो है लोगों को थोड़ा जोर देना चाहिए, ऐसा हम लोगों को लगता है। लेकिन उसके सबसे विपरीत जो है यीशु मसीह का पैगाम का आखिर में वो पतरस को ये नहीं कहता कि आ जाओ कीबोर्ड लेके आ जाओ, स्ट्रिंग्स गिटार लेके आ जाओ, थोड़ा बाजा बजाओ, लोगों को थोड़ा उत्साहित करो, ऐसा कुछ हम लोग नहीं देख सकते हैं। उनके पैगाम के आखिर में वो कुछ चुनौतियों को लोगों के सामने रखते हैं, कुछ चीजों को चूज करने के लिए, चुनने के लिए उनको कहते हैं। तो ऐसा हमारे सोच और समझ के विपरीत जो है यीशु मसीह का पैगाम को हम लोग इस 5, 6 और 7 मत्ती में हम लोग देख सकते हैं। ഇവിടുത്തെ ചോദ്യം, ആരാണ് ഈ പ്രസംഗത്തിന്റെ ഓഡിയൻസ്? ഇത് കേൾക്കുന്നത് ആരാ? ഇന്ന് ദൈവമക്കളായ അനേക പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. യേശു കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ആരെയാണ് യേശു കർത്താവ് മുൻപിൽ കാണുന്നത്? ആരോടാണ് യേശു കർത്താവ് പറഞ്ഞെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. दूसरा सवाल हम लोग अपने पूछना चाहिए कि यीशु ये जो पैगाम दे रहा है ये किससे कह रहा है, कौन है उनका वक्ता, कौन है उनका ऑडियंस, हम लोग देखना चाहिए। അതാണ് ഒന്നാം വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടു, എന്നിട്ട് മലമേൽ കയറി അവന് ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്ന് അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട്, ദ പ്രൈമറി ഓഡിയൻസ് ഇസ് ദ ഡിസൈപ്പിൾസ്. ഏറ്റവും പ്രാഥമിക ശ്രോതാക്കൾ എന്ന് പറയുന്നത് ശിഷ്യന്മാരാണ്. വൈഡറായിട്ട് പുരുഷാരം തീർച്ചയായിട്ടും ഉണ്ട്. 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യം എന്താ പറയുന്നത്? ഈ പ്രസംഗം കഴിയുമ്പോൾ ഈ വചനങ്ങൾ യേശു പറഞ്ഞതിന് തീർന്ന് പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. 7:78. ദ ക്രൗഡ് ഇസ് ദേർ, പുരുഷാരമുണ്ട്, പക്ഷെ പ്രൈമറി ഓഡിയൻസ് യേശുവിനോട് ഒരു പ്രത്യേക ഉടമ്പടി ബന്ധത്തിൽ വന്ന ശിഷ്യന്മാരാണ്. इनका प्राइमरी ऑडियंस कौन है? ये जो पहाड़ी पैगाम का जो प्राइमरी ऑडियंस जो है, पहला वचन जब हम लोग पढ़ेंगे तो वहां पर लिखा है कि वो इस भीड़ को देखकर पहाड़ पर चढ़ गया और वहां पर जब वो बैठ गया तो उनके चेले उनके पास आए। तो प्राइमरी ऑडियंस यीशु मसीह के चेले हैं और वाइडर ऑडियंस जो है भीड़ भी है। 7:28 जब हम लोग पढ़ेंगे तो वहां पर लिखा है कि जब यीशु ये बातें कह चुका था तो भीड़ उसकी बातों को सुनकर जो है चकित हो गए कर हम लोग देख सकते हैं। ഇവിടെ ഞാൻ നേരിട്ടൊരു ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഈ വചനങ്ങൾ ഇന്ന് ഈ 3 ദിവസം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ പല നിലകളിലുള്ളവർ കേട്ടെന്നിരിക്കാം, പിന്നീട് കേൾക്കുന്നു വരും. പക്ഷെ ഈ ദൂതുകൾ പ്രയോജനപ്പെടുന്നത് ശിഷ്യനാകാൻ, അത് അധികം വ്യാഖ്യാനിക്കുവാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല, നമ്മുടെ ധ്യാനത്തിൽ അത് വരും. യേശു കർത്താവിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിക്ക് ഈ ദൂതുകൾ പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാത്തവരെടുത്ത് കേൾക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അവരെ നയിക്കുവാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ये 3 दिन का जो बाइबल क्लास है, जो ये पहाड़ी पैगाम है, ये किसको फलदायक है, ये किसके लिए? ये सबसे पहली बात, परमेश्वर के साथ पूर्ण समर्पण के साथ एक चेला होकर जिया हुआ व्यक्ति या जीने वाला व्यक्ति को ये फायदेमंद है। या चेला अगर होना चाहता है, पूरा समर्पण के साथ आना चाहता है, उनके लिए ये फायदेमंद है। കർത്താവ് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്ന ഈ സെഷനിൽ കൂടി ഒരു ആഴമായ സമർപ്പണത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. അതിന് ഈ ദൂതുകൾ, ഈ ക്ലാസ് ഏറ്റവും ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. प्रभु इस क्लास से, बाइबल क्लास से ये चाहता है कि मैं और आप लोग सारे लोग जो हैं एक संपूर्ण समर्पण के साथ अपने दिलों को, अपने जीवन को उनके हाथों में समर्पित करके, सरेंडर करके आए, ऐसा प्रभु हमसे चाहता है। ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഈ സ്വർഗരാജ്യം എന്ന പ്രയോഗം നോക്കിയിട്ട് ഈ പ്രസംഗത്തിന്റെ ഒരു ഡിവിഷനിലേക്ക്, അതിന്റെ വിഭജനം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 ദിവസങ്ങൾ നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് നമ്മൾ ആരാണ് ഓഡിയൻസ് എന്ന് മനസ്സിലാക്കി, ഇത് മോശയുടെ ഒരു നിഴലാണെന്ന് മനസ്സിലാക്കി, തുടർന്ന് ദൈവരാജ്യവും സ്വർഗരാജ്യവും, പ്രത്യേകിച്ച് മത്തായി പറയുന്ന സ്വർഗരാജ്യം എന്താണെന്ന് എടുത്തു പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. मैं प्रारंभ में इस बाइबल क्लास को शुरू करने से वक्त आपको मैं पहले बताना चाहता हूं कि परमेश्वर की बादशाही, नहीं तो
आसमानी बादशाही का मतलब क्या है, स्वर्ग राज्य का मतलब क्या है। उसके बाद ये मत्ती 5, 6 और 7 को जो है मैं डिवाइड कर कर जो है हमारी आसानी के लिए हम लोग उसको डिवाइड करके सीखेंगे आगे के 3 दिन के क्लास के लिए। നോക്കിയേ, സ്വർഗരാജ്യം എന്ന ഈ പ്രയോഗം മത്തായിയുടെ സുവിശേഷത്തിൽ 31 തവണ നാം കാണുന്ന പ്രയോഗമാണ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഈ കിങ്ഡം ഓഫ് ഹെവൻ എന്ന ഈ പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് എങ്കിലും ഒരു റെസ്പോൺസിന് വേണ്ടി മാത്രമല്ല, ചിന്തയ്ക്ക് ഞാൻ ചോദിക്കുക. ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇത് രണ്ട് രാജ്യമാണോ അതോ ഇത് ഒരു രാജ്യമാണോ? നിങ്ങളുടെ ചിന്ത എന്താ? കർത്താവ് മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നു. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നു. ഇത് രണ്ടും ഇസ് ഇറ്റ് ദ സെയിം ഓർ ആർ ദ ടു ഡിഫറെന്റ് കിങ്ഡംസ്? വാട്ട് डू यू से? देखिए, मत्ती का सुसमाचार में 31 बार जो है स्वर्ग राज्य और प्रभु का राज्य करके बताया गया है, मतलब आसमानी बादशाही और खुदावन की बादशाही करके। तो मेरा सवाल आप लोग से यह है, क्या ये दोनों एक ही है? खुदावन की बादशाही और आसमानी बादशाही एक ही है या दोनों अलग है? നിങ്ങൾ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ കാണും. അത് ഞാൻ ഇപ്പോൾ അറിയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് രണ്ടും ഒരു രാജ്യമാണ്. ഇത് രണ്ടും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. ये दोनों दो राज्य नहीं है, दो बादशाही नहीं है, बल्कि ये दोनों एक ही बादशाही के बारे में, एक ही किंगडम के बारे में बताया गया है। ഒരു വാക്യം അതിന് തെളിവായി ഞാൻ തരാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിക്കേണ്ട. അങ്ങനെ വായിക്കുവാൻ നമുക്ക് സമയമെടുത്താൽ അത് നമുക്ക് വളരെ പരിമിതമായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. മത്തായി 19, 23, 24, 23-ാം വാക്യത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കയറുന്നത് പ്രയാസമാണ്. പക്ഷെ 24-ാം വാക്യം എന്താ പറയുന്നത്? ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. 23-ലും 24-ലും സ്വർഗരാജ്യം ദൈവരാജ്യം ഇന്റർചേഞ്ചബിൾ ആയിട്ട് പര്യായ പദങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് എന്റെ തെളിവ് അതാണ്, ഇത് രണ്ടും ഒരു രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. मैंने जिस तरह कहा कि स्वर्ग राज्य और खुदावन का राज्य, ये दोनों वर्ड एक ही मतलब है, उसका सबूत मैं आपको देता हूं। मत्ती का सुसमाचार 19वां अध्याय उसका 23 और 24वां पंक्ति में हम लोग वहां पर देखते हैं कि दोनों विषय को वहां पर बताया गया है। 23वां वचन में स्वर्ग के राज्य के बारे में लिखा है, 24वां वचन में वहां पर लिखा है कि परमेश्वर के राज्य। मतलब दोनों वर्ड को इंटरचेंजेबली जो है मत्ती यूज करता हुआ हम लोग देख सकते हैं। मतलब ये दोनों एक ही राज्य है, एक ही बादशाही। അത് വ്യക്തമായെങ്കിലും ഒരു പ്രത്യേക ചോദ്യമുള്ളത്, മത്തായി എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിന് പകരം സ്വർഗരാജ്യം ഉപയോഗിച്ച്? എന്തുകൊണ്ടാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞുകൂടെ? വൈ കിങ്ഡം ഓഫ് ഹെവൻ വേർ ഓൾ ദി അതർ ഗോസ്പൽ റൈറ്റേഴ്സ് ആർ ടെല്ലിംഗ് കിങ്ഡം ഓഫ് ഗോഡ്? സ്വർഗരാജ്യം എന്ന പ്രയോഗം മത്തായി തിരഞ്ഞെടുക്കുവാൻ കാരണം എന്താ? യേശു കർത്താവ് അത് ഉദ്ധരിക്കുവാൻ കാരണം എന്താ? अब आपको तो मैंने जवाब तो दिया है वचन से, लेकिन हमारे मन में ये भी ये सवाल आ सकता है, सारे सुसमाचारक लोग जो है खुदावन की बादशाही करके जब भी कहता है, तो मत्ती क्यों आसमान की बादशाही नहीं तो स्वर्ग राज्य करके क्यों कह रहा है? ഈ ചോദ്യത്തിന് ഞാൻ അനേക വർഷങ്ങളായി മനസ്സിലാക്കിയിരുന്ന ഉത്തരവുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. സ്വർഗരാജ്യം എന്ന പ്രയോഗം മത്തായി ഉപയോഗിക്കാൻ കാരണം യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് സ്വർഗം ദൈവത്തിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. നമുക്കറിയാം, മുടിയനായ പുത്രൻ എന്താ പറഞ്ഞേ? ഞാൻ അപ്പാ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ നാമം വൃഥാവെടുക്കുവാൻ ഭയപ്പെടുന്ന യഹൂദൻ ദൈവത്തിന് പകരം സ്വർഗം എന്ന പ്രയോഗം പലയിടങ്ങളിൽ ഉപയോഗിച്ചതായി കാണുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേര് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടായിരിക്കാം യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്ക് എഴുതുന്ന മത്തായി സ്വർഗരാജ്യം എന്നത് ഉപയോഗിച്ചെന്ന്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്റെ ചിന്ത അല്പം കൂടി വ്യത്യസ്തമാണ്. मैंने कुछ टाइम तक ऐसा सोचता था, मत्ती ने क्यों खुदावन की बादशाही करके क्यों नहीं लिखा? क्योंकि यहूदियों के लिए लिखा गया है ये सुसमाचार, और यहूदी लोग जो है अपना खुदावंत का नाम अपने मुंह में जो है ऐसे ही नहीं लेते हैं। इस कारण होगा, हम लोग मालूम है कि एक बाप को 2 बेटे थे, जिसने एक बेटे ने बाप को छोड़कर गया। जब वापस आने के वक्त ये कहता है कि मैंने तेरे खिलाफ और आसमान ने तो स्वर्ग के खिलाफ गुनाह किया है, तो उसके मुंह पे भी खुदावन करके नहीं आया। तो मैंने कुछ टाइम तक ऐसा सोचा था कि मत्ती ने इसलिए नहीं बोला होगा खुदावन की बादशाही, क्योंकि यहूदी जो है खुदावन का नाम अपने मुंह में नहीं लेना चाहता है। मैं ऐसा सोच के रखा था, लेकिन अब मेरा जो थॉट है, मेरा सोच है, वो बदल गया है।
ഞാൻ വീണ്ടും മത്തായി പഠിച്ചപ്പോൾ, നമ്മൾ പഠനത്തില ജീവിതം മൊത്തം നമ്മൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും ഞാൻ മത്തായി പഠിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുന്ന വേദവിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ അത് വീണ്ടും ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം മത്തായിൽ ദൈവരാജ്യം 5 വട്ടം ഉണ്ട്. അല്ലെ, ദൈവരാജ്യം അവോയ്ഡ് ചെയ്യാനായിരുന്നെങ്കിൽ ദൈവരാജ്യം എന്ന പ്രയോഗം മത്തായി ഉപയോഗിക്കാതിരുന്നാൽ പോരെ. 5 വട്ടം ദൈവരാജ്യമുണ്ട്, പക്ഷെ 30-ലധികം പ്രാവശ്യം സ്വർഗരാജ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം വളരെ ലളിതമായി പറയുകയാണ്. അതിലൊരു ദൂതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വശം ഞാൻ വളരെ എടുത്തു പറയുന്നത്. देखिए, खुदावन की बादशाही ने तो परमेश्वर की राज्य करके मत्ती को सुसमाचार में 5 बार लिखा गया है. अगर खुदावंद करके वर्ड या परमेश्वर करके वर्ड मत्ती को अवॉइड करना था तो ये 5 बार उसको लिखने की जरूरत नहीं थी. उन्होंने 5 बार जो है मत्ती को सुसमाचार में खुदावन की बादशाही करके लिखा है. तो उसका मतलब, उसका कारण कुछ और है, उसका अवसर कुछ और है. वो मैं बताना चाहता हूँ. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരാകും. ദൈവരാജ്യമല്ല സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ, ബസില്ലിയ എന്ന വാക്കിന്റെ അർത്ഥം ഭരണം, ആധിപത്യം, ഡൊമീനിയൻ, അതോറിറ്റി, റെയിൻ എന്ന ഒരു ഭരണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ രാജ്യം എന്ന വാക്ക്. ആ അർത്ഥം നമ്മൾ ആദ്യം ഗ്രഹിക്കണം. सबसे पहला, बादशाही का मतलब क्या है? बादशाही का मतलब राज करना, हुकूमत करना, लोगों पर राज करना, ये है बादशाही. नहीं तो राज्य का मतलब, ഈ രാജ്യം ഒരു പ്രത്യേക രാജ്യമാണ്. ഇത് ദൈവത്തിന്റെ രാജ്യമാണ്. ഇതൊരു ഭൗതിക രാജ്യമല്ല. ഇത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ ഒരു രാജ്യമല്ല. ദിസ് ഇസ് എ സ്പിരിച്വൽ കിങ്ഡം, ഒരു ആത്മിക രാജ്യമാണ്. റോമർ 14:17 പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അത് ഒരു ആത്മിക രാജ്യമാണെന്ന്, ആത്മികമായി ദൈവം ഭരിക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യം. देखिए, ये प्रभु का राज्य ने खुदावन की बादशाह करके क्यों जिक्र किया है? क्योंकि ये खुदावंद राज करने वाला आत्मिक राज्य है, रूहानी राज्य है, रूहानी बादशाही है. रोमियो 14:17 में हम लोग देखते हैं कि क्योंकि परमेश्वर का राज्य खाना पीना नहीं, परंतु धर्म और मिलाप और वो आनंद है कर हम लोग देख सकते हैं. तो परमेश्वर का राज्य आत्मिक है, रूहानी है, जहां पर परमेश्वर राज करता है, बादशाही करता है. ഇന്ന് ദൈവരാജ്യം എവിടാ? ദൈവരാജ്യം ഒരു സ്ഥലത്തിലാണ്, ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ടോ? ഇല്ല. ദൈവരാജ്യം രക്ഷിക്കപ്പെട്ട, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളുടെ ഉള്ളിലാണ്. ഇതൊരു ഭൗതിക രാജ്യമല്ല. ഇത് ദൈവരാജ്യം ആത്മികമായതുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ അനുഭവിക്കുന്നവരുടെ ഉള്ളിലാണ്. ലൂക്കോസ് 17:71 കർത്താവ് പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് ഇൻ യു, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യു. ദൈവരാജ്യം ദൈവ കൃപ പ്രാപിച്ചവരുടെ ഉള്ളിലാണ് ഈ രാജ്യം. तो प्रभु का राज्य जो है एक जोग्राफिकल जगह पर नहीं है, मतलब कोई स्थान पर नहीं है. प्रभु का राज्य जो है प्रभु को आराधना करने वाले, समर्पण जीवन व्यतीत करने वाले लोगों के हृदय में है. प्रभु के लोगों के हृदय में परमेश्वर जो है अपनी रूहानी बादशाही को जो है, अपने राज्य को है चलाता है करके हम लोग प्रभु के वचन से देखते हैं. അത് നടന്നത് ഒരു അത്ഭുതമാണ്. ഞാൻ ഇരുട്ടിൽ കടന്നയാളാ, ഞാൻ പിശാചിന്റെ രാജ്യത്തിലായിരുന്നു. കൊലോസ്യർ 1 പറയുന്നത്, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വന്നത് അത്ഭുതം. അതാണ് പാട്ടുകാരൊക്കെ പറയുന്നത്, പാപത്തിന് അധീനതയിൽ നിന്ന് ഈ അടിയാനെ വിടുവിച്ചു അത്ഭുതമാം നൊടിയിൽ. ഇൻ ദ മിറക്കലസ് മൊമെന്റ്, അത്ഭുതമാം നൊടിയിൽ പ്രിയനുടെ രാജ്യത്തിൽ എന്നെ ആക്കി. അത് വലിയൊരു അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, കൃപ പ്രാപിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. मेरे भाई और बहनों, 1 मिनट के लिए जरा सोचिए कि ये एक बड़ा चमत्कार है कि नहीं. हम लोग एक दिन, एक टाइम जो है अंधकार की बादशाही में थे, शैतान की बादशाही में थे, लेकिन उसकी बादशाही में से परमेश्वर की कृपा से उस परमेश्वर यीशु मसीह के बादशाही में मुझे और आप लोगों को दाखिल किया गया. ये दुनिया में सबसे बड़ा अद्भुत और चमत्कार की बात है. ആ രാജ്യത്തിൽ ജീവിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. മത്തായിയിൽ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ മത്തായിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു പ്രയോഗമാണ്, ആകാശം മാറും ഭൂമി മാറും.
നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ആകാശവും ഭൂമിയും മത്തായിയിൽ 9 തവണയെങ്കിലും ഒരുമിച്ച് വരുന്ന ഒരു പ്രയോഗമാണ് ഹെവൻ ആൻഡ് എർത്ത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ സ്വർഗരാജ്യം എന്ന് പറയാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. देखिए, ये जो राज्य है, ये प्रभु का राज्य जो है, ये दुनिया के राज्य से टोटली ऑपोजिट है। मत्ती के सुसमाचार में हम लोग देख सकते हैं कि स्वर्ग और पृथ्वी, जो स्वर्ग में बांधा जाएगा पृथ्वी में भी बांधा जाएगा। मतलब स्वर्ग और पृथ्वी करके बहुत बार मत्ती सुसमाचार में हम लोग देख सकते हैं। तो मेरा कहने का मतलब है, मत्ती ये स्वर्ग राज्य नहीं तो आसमानी बादशाही करके क्यों कह रहा है, ये बताने के लिए कि ये दुनिया की कोई बादशाही जैसा नहीं है। परमेश्वर की बादशाही दुनिया के बादशाह के टोटली ऑपोजिट है। ये परमेश्वर की बादशाही। ഗിരിപ്രഭാഷണത്തിന്റെ ഹൃദയം എന്ന് പറയാമെന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്തൃപ്രാർത്ഥന എന്ന് നാം പറയുന്ന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 6:9 മുതൽ ഇവണ്ണം പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്ന് തുടങ്ങിയിട്ട് അവിടുത്തെ നാമം വിശുദ്ധമാകണമേ, പരിശുദ്ധമാകണമെന്ന് പറഞ്ഞ് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കണം. ഇതിനെ സ്വർഗരാജ്യം എന്ന് വിളിക്കാൻ കാരണം സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്നു. ഭൂമിയുടെ രാജ്യവും നിയമവും രീതികളും സ്വർഗത്തിന്റെ രീതിക്കും ഭരണത്തിനും സ്വർഗത്തിൽ നടക്കുന്നതിനും വിപരീതമാണ്. സ്വർഗത്തിൽ എങ്ങനെ ദൈവഹിതം, ദൈവിക ഭരണം വെളിപ്പെടുന്നോ അതുപോലെ ഭൂമിയിലും വെളിപ്പെടണം. ഇതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആകത്തുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. देखिए, मत्ती का सुसमाचार 6वां अध्याय उसका 9वां वचन, हम लोग सब लोग जानते हैं कि यीशु ने अपने चेलों को सिखाया हुआ दुआ है। ये दुआ में कैसा शुरू होता, देखिए, ऐ हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए, तेरा राज्य आए, तेरी इच्छा जैसी आसमान में पूरी होती वैसे ही पृथ्वी में हो। कहने का मतलब ये कि स्वर्ग और पृथ्वी ये दोनों, परमेश्वर का राज्य और ये पृथ्वी का राज्य, ये दोनों विपरीत है। जैसा स्वर्ग में परमेश्वर की इच्छा पूरी होती है वैसा नहीं हो रहा है पृथ्वी में। पृथ्वी का राज्य जो है स्वर्ग के राज्य के विपरीत है, उसके खिलाफ है। इसके लिए परमेश्वर की राज्य की इच्छा और महिमा जो है पृथ्वी में आने के लिए यीशु मसीह प्रार्थना करने के लिए सिखाता है। मेरा कहने का मतलब यह है कि मत्ती के सुसमाचार में पहाड़ी पैगाम जो है उसका मुख्य विषय ये प्रार्थना में यीशु ने कहा हुआ बात को हम लोग देख सकते हैं। നോക്കി, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ പലരും UAE-യിൽ ജീവിക്കുന്നവരാണ്, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നു. നമ്മുടെ റോഡ് റൂൾസിൽ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് കേരളത്തിലും ഇന്ത്യയിലും. പക്ഷെ നിങ്ങൾ ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അപ്പൊ ഞാൻ UAE-യിൽ വന്നിട്ട് പറയാണ് ഇല്ല ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമോ? കാരണം രണ്ട് രാജ്യമായതുകൊണ്ട് രണ്ട് നിയമങ്ങളാ, രണ്ട് സ്വഭാവങ്ങളാ, ഇത് ഒരിക്കലും ചേരത്തില്ല. പക്ഷേ ഗിരിപ്രഭാഷണത്തിന്റെ ലക്ഷ്യം ഈ സ്വർഗരാജ്യം, ഈ സ്വർഗീയമായ തത്വം ഭൂമിയിലേക്ക് വെളിപ്പെടുന്നതാണ്, ഇറങ്ങി വരുന്നതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആകത്തുക. देखिए, अभी मैं एक मिसाल के तौर से आसानी होने के लिए आपको मैं समझाता हूँ। जरा देखिए, मैं इंडिया में हूँ, आप लोग UAE में हैं। दोनों जगह का रोड का रूल्स अलग है। एक जगह पर लेफ्ट हैंड ड्राइव है, दूसरा जगह पर राइट हैंड ड्राइव है। तो ये रूल्स और रेगुलेशन सब अलग है। तो दोनों राज्य में, दोनों बादशाही में रूल्स एंड रेगुलेशन अलग है। इसी तरह स्वर्ग की बादशाही में जो कानून है या परमेश्वर की इच्छा है और पृथ्वी की बादशाही का जो इच्छा है वो दोनों अलग है। लेकिन इस पहाड़ी पैगाम से मत्ती हमको ये समझाना चाहता है, जो बातें स्वर्ग में पूरी होती है, जो इच्छा स्वर्ग में पूरी होती है, वही बात इस पृथ्वी में पूरा होने के लिए परमेश्वर ने अपने लोगों को चुना है। സോ സ്വർഗരാജ്യം ഭൂമിയിൽ വെളിപ്പെടുന്നത് ദൈവരാജ്യത്തിലായ നമ്മുടെ ജീവിതങ്ങളിൽ കൂടിയാണ്. രൂപാന്തരപ്പെട്ട പുതിയ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന വ്യക്തികളായി നാം ദൈവരാജ്യം, സ്വർഗരാജ്യം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് മത്തായിയുടെ ദൂത് നമ്മളോട്. देखिए, पृथ्वी में नहीं तो इस धरती में परमेश्वर का इच्छा कैसा प्रकट होगा, परमेश्वर की महिमा कैसा प्रकट होगा। परमेश्वर का इच्छा जब प्रकट होगा, जब भी प्रभु के लोगों के अंदर, जब भी प्रभु राज करेगा, उनके जरिए से, उनके माध्यम से जो है इस धरती में परमेश्वर का राज्य, परमेश्वर का बादशाही प्रकट होगा।
മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ദൈവരാജ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് 5 പ്രസംഗങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലേക്ക് വരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ 5 പ്രസംഗങ്ങളുണ്ട് ദൈവരാജ്യത്തെ സംബന്ധിക്കുന്നത്. 5 മുതൽ 7 വരെ അധ്യായങ്ങളിൽ ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിച്ചാൽ ദൈവരാജ്യത്തിന്റെ സംവിധാനം, ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് മാത്യു 5, 6, 7. मत्ती का सुसमाचार में परमेश्वर का राज्य को कितना इंपॉर्टेंस है, नहीं तो खुदा स्वर्ग की बादशाही के बारे में कितना इंपॉर्टेंस है समझने के लिए मत्ती ने 5 पैगाम, यीशु का 5 टीचिंग जो है यहाँ पर जिक्र किया है। सबसे पहला मत्ती 5, 6, 7 जो है पहला पैगाम है, जिस पर हमको मत्ती ये सिखाता है कि खुदावन की बादशाही में आए हुए लोग कैसा जीना चाहिए, उनका मूल्य क्या है। ये बातें जो है मत्ती 5, 6 और 7 में देख सकते हैं। ഇനി അടുത്ത 4 ബ്ലോക്സ് ആണ് മത്തായിയുടെ 5 ദൈവരാജ്യ പഠിപ്പിക്കൽ. ഒന്നാമത്തെ പഠിപ്പിക്കലാണ് 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണം, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ, അല്ലെ ദൈവരാജ്യത്തിന്റെ സംവിധാനം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാണ് വിഷയം. പന്തിരുവരെ അയക്കുമ്പോൾ അവർക്ക് പ്രഘോഷിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം. മത്തായി 13-ൽ ദൈവരാജ്യത്തിന്റെ വളർച്ച ഉപമകളിൽ കൂടി കർത്താവ് പറയുകയാണ്. മത്തായി 18-ൽ ദൈവരാജ്യത്തിലുള്ള കൂട്ടായ്മ, സാഹോദര്യ ബന്ധം എങ്ങനെയാ. മത്തായി 24, 25-ൽ ദൈവരാജ്യത്തിന്റെ ഭാവികാല പ്രത്യാശ എന്താ. ഇങ്ങനെ 5 തൂണുകളിലാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ പോലെ മത്തായിയിൽ പുതിയ മോശയായ ക്രിസ്തുവിൽ കൂടി ദൈവരാജ്യത്തിന്റെ 5 തൂണുകൾ വെളിപ്പെടുത്തിയിരിക്കുക. मत्ती का सुसमाचार 5, 6, 7 मैंने कहा पहला पैगाम है। दूसरा पैगाम जो है मत्ती 10वां अध्याय में है, वहां पर किस तरह प्रभु के चेले जो है प्रभु का सुसमाचार को लेकर किस तरह घोषणा करना चाहिए, प्रोक्लेम करना चाहिए, वो है मत्ती 10 में हम लोग देखते हैं। मत्ती सुसमाचार 13 अध्याय में किस तरह खुदावन की बादशाही की बढ़ोतरी हो रहा है, किस तरह प्रभु का राज्य बढ़ रहा है, उसके बारे में तमसीलों के जरिए से हम लोग मत्ती 13 में देख सकते हैं। मत्ती 18 में किस तरह प्रभु के राज्य में आए हुए लोग आपस में जीना चाहिए, भाई भाई लोग, बहन बहन लोग आपस में किस तरह संबंध होना चाहिए, मत्ती 18 में देख सकते हैं। मत्ती 24 और 25 में प्रभु के उस आने वाली बादशाही के बारे में, उस फ्यूचर के बारे में 24 और 25 में हम लोग देख सकते हैं। നോക്കിയേ, ഈ ദൈവരാജ്യത്തിന്റെ 5 തൂണുകളിലെ ആദ്യത്തെ തൂണാണ് ഈ 3 ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ ആകുന്നത് എങ്ങനെയാ, ആയാൽ എങ്ങനെയാണ് തന്റെ മൂല്യങ്ങൾ മാറുന്നത്, അത് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്നു. ഈ 3 അധ്യായങ്ങളുടെ ഒരു വിഭജനം ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. देखिए, मैंने जिस तरह आप लोग को 5 पैगाम बताया, ये 5 पैगाम जो है परमेश्वर की बादशाही का एक पिलर जैसा है, 5 पिलर जैसा है। मूसा का पहला 5 बुक के जैसा मत्ती ने यहाँ पर नया मूसा यीशु मसीह के 5 टीचिंग को जिक्र करके हम लोग को सिखाया, जिसमें हम लोग सबसे पहला पिलर को देख रहे हैं जो मत्ती 5, 6 और 7 में है। प्रभु के राज्य में आने वाला व्यक्ति किस तरह जीना चाहिए, उस 5, 6, 7 का एक छोटा डिविजन मैं आप लोग को देना चाहता हूँ। ഈ 3 അധ്യായങ്ങൾ, ഈ ദൈർഘ്യം ഉള്ള പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ, ഇത് വായിക്കാനാണെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് വായിച്ച് ഒരു വട്ടം വായിക്കാം, 15-20 മിനിറ്റിൽ. എങ്കിലും ഇതിലെ ദൂതുകൾ ഒരായുസ് ചിന്തിച്ചാൽ തീരാത്ത ആഴമുള്ള ദൂതുകളാണ് ഇതിലെ ദൂതുകൾ. നോക്കിയേ, 5-ാം അധ്യായം, അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു ആമുഖം കാണുകയാണ്. യേശു പർവ്വതത്തിൽ കയറുന്നു, തിരുവായ്മ ഒഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്നു. നമ്മളത് ഓൾറെഡി ചിന്തിച്ചു. 5-ന്റെ 3 മുതൽ 12 വരെ ശിഷ്യന്റെ ആന്തരിക സ്വഭാവം, ദ ഇന്നർ ക്യാരക്ടർ ഓഫ് ദ ഡിസൈപ്പിൾ, മത്തായി 5-ന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. देखिए, मत्ती 5, 6, 7 ये तीनों चैप्टर जो है 15 मिनट में हम लोग पढ़कर बंद कर सकते हैं, लेकिन इसके अंदर लिखा हुआ बात समझने के लिए एक जिंदगी भर, एक उम्र मिलेगा तो भी हमें समझ में नहीं आ पाएगा, उतना गहरा है। तो मैं शुरू में कुछ इंट्रोडक्शन, ये डिविजन देना चाहता हूँ। मत्ती 5 का 1 से लेके 2 वचन जो है इस पैगाम का इंट्रोडक्शन है। 3 से लेके 12 वचन जो है एक चेले का, एक शागिर्द का अंदर उसका इनर कैरेक्टर कैसा होना चाहिए, नहीं तो उसका अंदर का व्यक्ति का स्वभाव कैसा होना चाहिए,
उसके बारे में बताया गया है 3 से लेके 12। മത്തായി 5:13 മുതൽ 16 വരെ സമൂഹത്തിൽ ശിഷ്യന്റെ സ്വാധീനം, ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഡിസൈപ്പിൾ ഇൻ സൊസൈറ്റി. ഒരു ശിഷ്യൻ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കണം. 5:17 മുതൽ 48 വരെ ശിഷ്യന്റെ നീതി, കവിയുന്ന നീതി, റൈച്ചസ്നെസ് ഓഫ് എ ഡിസൈപ്പിൾ, ശിഷ്യന്റെ നീതി എന്തായിരിക്കണമെന്നാണ്. और 5 का 13 से लेके 16 तक, 5 का 13 से लेके 16 तक यीशु मसीह के चेले सोसाइटी में कैसा जीना चाहिए वो है जिक्र किया है। उसके बाद 5 का 17 से लेके 48 तक जो है खुदावंद यीशु मसीह के पास आए हुए चेलों का धार्मिकता कैसा होना चाहिए, नहीं तो उसकी रास्तबाजी कैसा होना चाहिए, वो है 17 से लेके 48 तक। 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്റെ ഭക്തി, ദ പൈറ്റി ഓഫ് എ ഡിസൈപ്പിൾ, ശിഷ്യന്റെ ഭക്തി, പ്രാർത്ഥന, ഉപവാസം, ദാനം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം. 6:19 മുതൽ 34 വരെ ദി അംബിഷൻ ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താ. 6:1 മുതൽ 18 വരെ ശിഷ്യന്റെ ഭക്തി, 6:19 മുതൽ 34 വരെ ശിഷ്യന്റെ ജീവിത ലക്ഷ്യം എങ്ങനായിരിക്കണം. उसके बाद 6 का 1 से लेके 18 जो है एक चेलों का भक्ति जीवन कैसा होना चाहिए, मतलब उसका दुआ कैसा होना चाहिए, उसका दान देना कैसा होना चाहिए, उसका रोजा कैसा होना चाहिए, उपवास कैसा होना चाहिए, उसके बारे में है 6 का 1 से लेके 18। उसके बाद 19 से लेके 34 तक, 19 से लेके 34 तक जो है एक चेले का लक्ष्य क्या होना चाहिए, 19 से लेके 34 तक जो है एक चेले का लक्ष्य, उसका गोल क्या होना चाहिए, उसका एम्बिशन क्या होना चाहिए, वो जिक्र किया गया। 1 മുതൽ 6 വരെ ശിഷ്യന്റെ പരസ്പര ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻ ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ പരസ്പര ബന്ധം എങ്ങനായിരിക്കണം. 7 മുതൽ 12 വരെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുവാനുള്ള ആന്തരിക ശക്തി എങ്ങനെ കിട്ടും, ദ ഇന്നർ സ്പിരിച്വൽ പവർ ടു മീറ്റ് ഡിവൈൻ എക്സ്പെക്ടേഷൻ, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാനുള്ള ശക്തി. 7 മുതൽ 12 വരെ. 7:13 മുതൽ 28 വരെ കൺക്ലൂഷൻ, ഉപസംഹാരം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. 1 മുതൽ 6 വരെ ശിഷ്യന്റെ പരസ്പര ബന്ധം, 7 മുതൽ 12 വരെ ശിഷ്യനുള്ള ആന്തരിക ശക്തി, ഈ ഗിരിപ്രഭാഷണത്തിലെ ജീവിതം ജീവിക്കാനുള്ള ആന്തരിക ശക്തി എങ്ങനെ ലഭിക്കും. 7:13 മുതൽ 28 വരെ ഇതിന്റെ ഉപസംഹാരം. 7 का 1 से लेके 6 तक जो है पारस्परिक संबंध के बारे में, आपस में जो रिलेशन है एक चेलों का, उसके बारे में है 7 का 1 से लेके 6। फिर उसके बाद 7 का 7 से लेके 12 जो है ऐसा जीने के लिए चेलों के अंदर जो है एक अंदरूनी शक्ति की जरूरत है, नहीं तो पवित्र आत्मा की सामर्थ की जरूरत है ऐसा जीवन जीने के लिए। उसके बारे में है 7 का 7 से लेके 12। फिर उसके बाद 7 का 13 से लेके 28 जो है इस पैगाम का कंक्लूशन को हम लोग देख सकते हैं। और एक बार मैं कहता हूं 7 का 1 से लेके 6 जो है एक इंटरपर्सनल रिलेशनशिप है, मतलब पारस्परिक संबंध के बारे में है चेलों का। दूसरा 7 का 7 से लेके 12 जो है ऐसा जीने के लिए, जो यीशु कहता है उस पैगाम में, ऐसा जीने के लिए अंदर के इंसान को ताकत की जरूरत है, उसके लिए पवित्र आत्मा की सामर्थ की जरूरत है, उसके बारे में बताया गया है। फिर 13 से लेके 28 इस पैगाम का कंक्लूशन। ഈ 3 ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്കിലും നമ്മുടെ സമയം എങ്ങനെയാണ് അത് അനുവദിക്കുന്ന, കർത്താവ് എങ്ങനെ അനുവദിക്കുന്നത് എനിക്ക് അറിയത്തില്ല. 5-ാം അധ്യായത്തിലേക്ക്, ആദ്യത്തെ ആ വിഭജനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. हम लोग जो है मत्ती का सुसमाचार के सबसे पहला डिवीजन में अपने ध्यान को लेके आएंगे। ये तीनों दिन एक एक चैप्टर लेना था मेरा इच्छा। प्रभु किस तरह लीड करता है उस तरह हम लोग जाएंगे। पहला डिवीजन में हम लोग अपने ध्यान को लेके आए। നോക്കിയേ, 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്റെ ആന്തരിക സ്വഭാവം, ദൈവരാജ്യത്തിലായ വ്യക്തിയുടെ ഉള്ളിൽ വെളിപ്പെടുന്ന സ്വഭാവത്തെ ഭാഗ്യവചനങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുക. देखिए 5 का 3 से लेके 12 वचन में मुबारक वादियों को देख सकते हैं, मतलब प्रभु के बादशाही में आए हुए एक चेला, उसके अंदर
उसके आंतरिक जीवन कैसा है, उसका अंदर का इंसान का स्वभाव कैसा, इनर कैरेक्टर कैसा है, ऐसे मुबारक वादियों में बताया गया है। നോക്കിയേ, ഈ മത്തായിയുടെ സുവിശേഷം ആവർത്തന പുസ്തകവുമായി വളരെ കണക്റ്റഡാ. അധികം ഞാൻ അവിടേക്ക് പോകുന്നില്ലെങ്കിലും ആ അനുഗ്രഹവും ശാപങ്ങളും എന്നതുപോലെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അനുഗ്രഹ വചനങ്ങൾ മത്തായി 5-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ, മത്തായി 23-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ ശാപവചനങ്ങൾ, അയ്യോ കഷ്ടം എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് താരതമ്യേന കാണാൻ കഴിയും. इस्तिश्ना के साथ जो है मत्ती का सुसमाचार जो है बड़ा संबंध है। जिस तरह इस्तिश्ना में मुबारक वादिया के बारे में बताया है और श्राप के बारे में भी बताया, उसी तरह मत्ती के सुसमाचार में भी 5वां अध्याय में मुबारक वादियों को बताया है। मत्ती का सुसमाचार 23 अध्याय में जो है श्राप के बारे में भी बताया कर हम लोग देख सकते हैं। അനുഗ്രഹം ആർക്കാണ്? ദൈവരാജ്യത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്കാണ്. അവരുടെ അവസ്ഥയാണ് അനുഗ്രഹം, ഭാഗ്യ അവസ്ഥ, മക്കാരിയോസ്. വളരെ ജീവിതത്തിൽ സന്തുഷ്ടി പ്രാപിച്ചവർ, ജീവിത അഭിവൃദ്ധി പ്രാപിച്ചവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ശാപമാർക്കാ? ശപിക്കപ്പെട്ടവരാരാ? മതഭക്തരാണ്. അവർ പുറമെ ഏറ്റവും നന്നായി നീതിയുള്ളവരായി വെളിപ്പെടുന്നു, പക്ഷേ ആന്തരികമായി അവർ കപടഭക്തരാണ്, ജീവനില്ലാത്തവരാണ്. ഉള്ളിൽ ഭക്തിയില്ലാത്ത വ്യാജന്മാർക്ക് ശാപവും, ആന്തരിക അനുഭവത്തിൽ ദൈവരാജ്യം അനുഭവിക്കുന്നവർക്ക് അനുഗ്രഹവും എന്ന് പറഞ്ഞുള്ള ഒരു താരതമ്യമാണ് നാം കാണുന്നത്. ये सच में देखा जाएगा तो मुबारक लोग कौन है? मुबारक लोग वो लोग हैं जो प्रभु के बादशाह में आ चुके हैं और प्रभु के बादशाही के अनुसार जीने वाले लोग जो मुबारक लोग हैं। लेकिन श्रापित कौन है? श्रापित वो लोग हैं जो कहते हैं कि वो लोग आत्मिक हैं, कहते हैं कि वो लोग भक्त लोग हैं, लेकिन केवल बेस ही बदला है, अंदर नहीं बदला है। बाहरी केवल एक बदलावट लेके आए हुए लोग जो हैं वो लोग श्रापित लोग हैं। लेकिन मुबारक वो लोग हैं जो सच में अंदर और बाहर बदलावट होकर प्रभु की बादशाही में जीने वाले लोग। ഇന്ന് രാത്രിയിൽ നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ടത്, നാം ഭാഗ്യവചനത്തിൽ കാണപ്പെടുന്ന ആ അവസ്ഥയിൽ, ആ പട്ടികയിലാണോ നാം? അതോ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിന്റെ ശാപവചനങ്ങൾ ഏറ്റെടുത്ത, അവർക്കെതിരെ പറഞ്ഞ ആ പരീശന്മാരുടെ കൂട്ടത്തിൽ എന്നതുപോലെയാണോ എന്ന് നാം ചിന്തിക്കണം. हम अपने आप से ये बात को पूछना चाहिए कि मैं कौन सा साइड में हूं। क्या मैं मुबारक वादिया में हूं या मुबारक लोगों के साथ मेरा गिनना चुनना है, या मैं उनमें हूं जो परमेश्वर ने लोगों को, फरीसी लोगों को और बाहर से केवल भक्त जो है उनसे कहा है कि हाय तुझ पर, क्या मैं उनके झुंड में हूं या मुबारक लोगों के झुंड में हूं करके हम अपने आप से पूछना जरूरी है। ഇവിടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി, ആ 23-ാം അധ്യായത്തിൽ ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മോശക്കാരൊന്നുമല്ല. 23-15 പറയുന്നത് കരയും കടലും ഒന്നാക്കി ഒരു മനുഷ്യനെ നേടുവാൻ അവർ പ്രയത്നിച്ച ബന്ധപ്പെട്ടവരാ. ഞാൻ അവരെ വിളിക്കുന്നത് ക്രോസ് കൾച്ചറൽ മിഷണറീസ് ആയിരുന്നു ഈ പരീശന്മാർ. അവർ കരയും കടലും കടന്ന് ഒരുവനെ നേടുവാൻ, അവർ ഒരു വ്യക്തിക്ക് വേണ്ടി അത്ര അധ്വാനിക്കുവാൻ മനസ്സ് കാണിച്ച വളരെ തീവ്രമായ ഭക്തിയുടെ പ്രകടനങ്ങൾ ഉള്ളവരായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയത് യേശുവിന്റെ ശാപവചനം. आप लोग सोचेंगे मैं जो यीशु ने कर्स्ड जो लोगों को किया, वो लोग जो है कुछ भी नहीं जानने वाले लोग हैं या गए गुजरे लोग हैं कर आपको लगेंगे, ऐसा नहीं है। कर्स्ड करके नहीं तो हाय तुझ पर जो करके बोला हुआ लोग जो है, मत्ती का सुसमाचार 23वां अध्याय उसका 15-16 वचन जब भी हम लोग पढ़ेंगे तो, या 14 से लेके जब भी हम लोग पढ़ेंगे तो, एक समुंदर पार करके दूसरा जगह पर जाकर एक व्यक्ति को सुसमाचार सुनाने के लिए, नहीं तो प्रभु के बारे में बताने के लिए जाने वाले फरीसी भक्त लोग थे जो अपने आप को कहते थे कि हम लोग प्रभु को जानते हैं। ऐसे लोग जो हैं, ऐसे लोगों को प्रभु ने देखकर आए तुझ पर प्रभु ने कहा। നോക്കിയേ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ബ്ലസൻ പാസ്റ്റർ ഇപ്പൊ എന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഇന്ന് ഞാൻ സൂമിൽ കൂടി പറയുക. ഞാൻ ബ്ലസൻ പാസ്റ്ററെ ഒരു ഇൻവിറ്റേഷൻ കേട്ട് ഞാൻ അങ്ങ് യോയിൽ വന്നെന്നിരിക്കട്ടെ.
എല്ലാം അധ്വാനിച്ച് എല്ലാം മുടക്കം നടത്തി അവിടെ എത്തുമ്പോൾ ആ കൂട്ടായ്മയിൽ ഒരാൾ മാത്രം ഇരിപ്പുണ്ടെങ്കിൽ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചേ. കാരണം എന്താ? ഒരാളെ നേടുവാൻ അവരെന്തും ത്യാഗം സഹിക്കുന്ന, അതുപോലെ ആവേശഭരിതരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ് പരീക്ഷന്മാർ. പക്ഷെ അവർക്ക് അയ്യോ കഷ്ടമാണ്. പക്ഷെ ഭാഗ്യവാന്മാരാരാ? മറ്റൊരു കൂട്ടരാ. देखिए अभी पास्टर मुझे इनवाइट करेंगे यूएई में आने के लिए, पैगाम देने के लिए। मैं उन्होंने टिकट सब लिया, मैं आ गया वहां पर। लेकिन वहां पर मैं जब भी आ गया तो एक ही बंदा था हॉल में। तो मेरा अवस्था जरा आप सोचिए, वो एक बंदे को, वो या एक बंदे के लिए मैं यूएई तक आया। ये जो फकीह और फरीसी लोग जो है, वो लोग एक बंदे को छुड़ाने के लिए समुद्र पार करके जाने वाले लोग थे। लेकिन परमेश्वर ने उनको देखकर बोला, हाय तुझ पर। അതുപോലെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്, ദൈവരാജ്യ പ്രവേശനമോ ദൈവരാജ്യ അനുഭവമോ നമ്മുടെ ഭക്തിയുടെ കൂടുതലോ നമ്മുടെ ആത്മീക നേട്ടങ്ങളോ അല്ല, ദൈവ മുൻപിലുള്ള നമ്മുടെ ആന്തരിക അവസ്ഥയാണ് ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയ ഭാഗ്യ പദവി. मेरे भाई और बहनों, मुबारक का मतलब क्या है? हम लोग प्रभु के लिए बहुत काम कर रहे हैं, प्रभु के लिए बहुत इस्तेमाल हो रहे हैं, या प्रभु के लिए जीवन भी देकर जो है बहुत बड़े काम कर रहे हैं, ये नहीं है मुबारक का मतलब। मुबारक का मतलब क्या है? एक व्यक्ति का अंदरूनी इंसान, अंदर का इंसान पूरी तरह बदल कर प्रतिदिन बदलता हुआ, बदलते जाना, ये है सच में मुबारक, नहीं तो ब्लेसिंग का मतलब। 7:22 വായിക്കണ്ട. അവിടെ നാം കാണുന്നത്, ശരിക്കും ഇന്ന് നമ്മൾ കണ്ടാൽ ഭാഗ്യവാൻ എന്ന് വിളിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. നമ്മൾ ആ വ്യക്തിയെ നോക്കി പറയും, മഹാ അപ്പോസ്തോലൻ, വലിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ശരിക്കും ഭാഗ്യവാനാണ് നമ്മൾ പറയും. പക്ഷെ അവനെ നോക്കി യേശു പറയുന്നത്, നിന്നെ ഒരു നാളും ഞാൻ അറിഞ്ഞിട്ടില്ല. അവനും ഭാഗ്യവാനല്ല. പുറത്ത് ശുശ്രൂഷയുള്ളവൻ, കടലും കരയും ആത്മാക്കളെ നേടാൻ പോകുന്നവൻ, ഇങ്ങനെ പുറമേ നോക്കിയാൽ എല്ലാ നിലകളിലും നീതിമാനായവൻ ഭാഗ്യവാനല്ല. പക്ഷെ ദൈവം ഭാഗ്യവാനായി കാണുന്നത് മറ്റൊരു കൂട്ടത്തെയാ. देखे मत्ती 7:22 देखे, हम लोग आज ऐसे टाइप के लोगों को देखकर क्या बोलेंगे? अरे ये लोग तो मुबारक लोग है। कौन है ये लोग? ये लोग प्रभु के नाम पर भविष्यवाणी बोलने वाले हैं, नबूवत बोलने वाले लोग, और प्रभु के नाम से दुष्टात्मा को भगाने वाले, और प्रभु के नाम से बड़े अचंभे काम करने वाले लोगों को आज हम लोग देखकर बोलेंगे, अरे ये लोग तो मुबारक लोग हैं। एक समुद्र पार कर कर दूसरा अलग जगह पर जाकर एक बंदे को छुड़ाने के लिए जा रहे हैं। हम लोग बोलेंगे मुबारक है। लेकिन यही लोगों को यीशु मसीह 7:25 में 23 में इस तरह कहता है कि मैं तुमको कभी नहीं जानता हूं। मतलब बड़े बड़े काम करके हम लोग ये नहीं समझना कि हम लोग प्रभु के जानने वाले हो जाएंगे, बल्कि अंदर के इंसान दिन प्रतिदिन बदलते जाना, ये है सच में मुबारक अवस्था। ഈ ഗിരിപ്രഭാഷണ താക്കോൽ വാക്യമാണ് 5:20. യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കത്തില്ല. ഇവർ വളരെ നീതിയുള്ള, അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, അവരെ പോലെ നീതി വെളിപ്പെടുത്തിയ ആരും അന്നത്തെ കാലത്തില്ല. അങ്ങനത്തെ നീതിമാന്മാർ സ്വർഗത്തിൽ പോത്തില്ല, അവര് ദൈവരാജ്യത്തിലില്ല. പക്ഷെ അവരെക്കാൾ നീതി ഉള്ളവരാണെങ്കിലേ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ. 5:22 जो है इस पहाड़ी पैगाम का जो है मुख्य वचन है। वहां पर क्या लिखा है कि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से, रास्तबाजी से बढ़कर ना हो तो खुदावन की बादशाही में दाखिल नहीं होंगे। मतलब लोगों के नजर में बेस बदला हुआ व्यक्ति, बड़े बड़े अचंभव काम करने वाले व्यक्ति खुदावन की बादशाही के बाहर है। लेकिन खुदावन की बादशाही के अंदर या उस राज्य में मुबारक कौन है? जो परमेश्वर की धार्मिकता के अनुसार जीने वाला व्यक्ति। അതാണ് ഈ ആദ്യത്തെ പിരിവിൽ നാം ചിന്തിക്കുന്നത്, ശിഷ്യന്റെ ആന്തരിക സ്വഭാവം. കാരണം ബാഹ്യമായി നോക്കിയാൽ പരീശനെയോ ശാസ്ത്രിയോ വെല്ലാൻ ആരുമില്ല. പലസ്തീനിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ പരീശൻ അങ്കളാണ്, ആ സ്വർഗത്തിൽ പോയാൽ ആദ്യം പോകുന്ന പുള്ളിയാണ്. കാരണം അതുപോലെ നീതിയുള്ള വേറെ ആരും ആ നാട്ടിലില്ല. പക്ഷെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാണ്, ഇവർ സ്വർഗത്തിൽ പോകുന്ന ടീമല്ല. പക്ഷെ സ്വർഗത്തിൽ പോകുന്നവൻ ആരാ?
ഭാഗ്യവാൻ ആരാ? സ്വർഗരാജ്യം ആർക്കാ? 5:3 സ്വർഗരാജ്യം, 5:10 സ്വർഗരാജ്യം എന്ന വാക്കുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് ഭാഗ്യവചനങ്ങളിൽ കൂടി സ്വർഗരാജ്യം ആർക്കാണ് കിട്ടുന്നത്? അവർ ഒരു പ്രത്യേക കൂട്ടരാണ്. ആ കൂട്ടത്തിൽ നമ്മളായിത്തീരട്ടെ. देखिए 5 का 3 से लेके 10, 5 का 3 से लेके 12 में एक चेले का इनर कैरेक्टर के बारे में लिखा है। स्वर्ग राज्य में कौन प्रवेश करेगा? बाहर से देखेंगे तो फरीसी और शास्त्री के जैसा कोई भक्त नहीं है, कोई धर्मी या रास्तबाज नहीं है। उनके साथ कंपटीशन में भी कोई नहीं जा सकता है। दुनिया ने तो फिलिस्तीन के लोग जो है, नहीं तो इसराइल के लोग जो हैं, वो लोग ये लोगों को बड़े भक्त मानते हैं, लेकिन परमेश्वर यीशु कहता है कि ये लोग स्वर्ग के राज्य में प्रवेश नहीं होंगे। स्वर्ग के राज्य में प्रवेश कौन होता है? जो अंदरूनी इंसान बदला हुआ है और अंदर से प्रभु की बादशाही को, नहीं तो रास्तबाजी को लेके आने वाले लोग जो हैं, खुदा उनकी बादशाही में दाखिल होते हैं। അവരെക്കാൾ നീതി നമുക്ക് വേണം. സ്വർഗത്തിന്റെ രാജ്യത്തിൽ കടക്കണമെങ്കിൽ, ഈ രാജ്യത്തിന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ഈ പരീക്ഷനേക്കാളും ശാസ്ത്രിയേക്കാളും നീതി കൂടുതലും. പറഞ്ഞാൽ അവർ 2 ദിവസം ഉപവസിക്കുമ്പോൾ, നമ്മളൊന്ന് കഷ്ടിച്ച് വെള്ളിയാഴ്ച ഉപവസിക്കുവാനായിരിക്കും, എനിക്ക് അറിയത്തില്ല. പരീക്ഷൻ 2 ദിവസം ഉപവസിക്കുന്നത് ലൂക്കോസ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമ്മൾ 4 ദിവസം ഉപവസിക്കണോ? അല്ല. എണ്ണം കൂട്ടാനല്ല, അവരെക്കാൾ എന്തോ മികച്ച എന്തോ പ്രകടനം നടത്താനല്ല, അവരുടെ നീതിയെ കവിയണമെന്ന് പറഞ്ഞാൽ അവരുടെ നീതി പുറമേ ഉള്ള നീതിയാണ്. പക്ഷെ ശിഷ്യന്റെ നീതി പുറത്തെ നീതിയല്ല, അകത്തിൽ നിന്ന് അണ പൊട്ടി ഒഴുകുന്നത് പോലെ ദൈവത്തിന്റെ സ്വഭാവം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് ഒരു ശിഷ്യന്റെ നീതി. അതാണ് കവിയുന്ന നീതി. ഒരു കര കവിഞ്ഞൊഴുകുന്ന യോർദാനെ കുറിച്ച് നാം വായിക്കുന്ന യോശുവയിൽ വായിക്കുന്നത് പോലെ ഈ ശിഷ്യന്റെ ഉള്ളിൽ വെളിപ്പെട്ട ദൈവിക നീതി പുറത്തേക്ക് പൊട്ടി ഒഴുകുന്നതാണ് ശരിയായ ഒരു ആന്തരിക നീതി. 5 का 20 में क्या लिखा है कि तुम्हारी जो धार्मिकता है, राष्ट्रबाजी जो है, वो शास्त्रियों से और फकीर और फरीसियों से बढ़कर होना चाहिए। क्या उसका मतलब ये है फरीसी हफ्ते में 2 बार उपवास करते हैं, रोजा रखते हैं, तो हम लोग 4 बार करें? या बाहर से फरीसियों से बेहतर होने के बारे में लिखा है क्या? नहीं, बिल्कुल नहीं। फरीसियों का, शास्त्रियों का जो रास्तबाजी जो है, वो बाहर से अंदर लेके आने के लिए देखता है। तो एक सच्चा चेले का, यीशु के चेले की रास्तबाजी, धार्मिकता जो है, वो अंदर से बाहर आता है। जिस तरह एक डैम फूटकर पानी बाहर उछलकर बाहर आता है, उसी तरह एक चेले के अंदर से प्रभु की उस धार्मिकता, रास्तबाजी जो है बाहर आता है। ऐसा बाहर आने के लिए प्रभु मुझे आप लोगों को शक्ति और सामर्थ्य। നോക്കി, എന്റെ കൂടെ നിങ്ങൾ ബൈബിൾ തുറന്നിട്ടുണ്ടെങ്കിൽ ആ 3 മുതലുള്ള വാക്യങ്ങളും നോക്കി. ഭാഗ്യവാൻ, ഭാഗ്യവാൻ, 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യത്തിലും എടുത്തു പറയുന്ന ഭാഗ്യവാൻ. ഈ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഇത് ഓരോ ഭാഗ്യവചനവും ചിന്തിക്കണമെങ്കിൽ ഒന്ന് ന്യായമായി ചിന്തിക്കുന്ന തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 1 മണിക്കൂറെങ്കിലും വേണം. അത്രമാത്രം ആഴമുള്ള ഭാഗ്യവചനമാണ്. പക്ഷെ അതിന്റെ ഒരു രൂപരേഖ, അതിന്റെ ഒരു ഉള്ളടക്കം നമ്മൾ ചില മിനിറ്റുകൾക്കുള്ളിൽ ചിന്തിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇതൊരു ചങ്ങല പോലെ, ഒരു ഗോൾഡൻ ചെയിൻ പോലെ കിടക്കുന്ന ഒരു ശിഷ്യന്റെ ജീവിതത്തിന്റെ ആന്തരിക സ്വഭാവത്തിന്റെ ഒരു ചങ്ങലയാണ് ഈ വാക്യങ്ങളിൽ, ഭാഗ്യവചനങ്ങളിൽ നാം കാണുന്നത്. आपका बाइबल अगर ओपन है तो वहां पर अपनी आंख को जरा दौड़ कर देखिए। 5 का 3 से लेके 10 तक देखिए, वहां पर धन्य है, मुबारक है कर कर बार बार रिपीट किया है। जिस तरह एक गोल्डन चेन के जैसा जो है आपस में जुड़ा है कर कर हम लोग देख सकते हैं। ये एक एक वचन पंक्ति जो है 1-1 घंटा प्रचार करने के लिए उतना गहरा है। 3 से लेके जो 12 तक के वचन जो धन्य है, नहीं तो मुबारकवादिया है। നോക്കി, 3-ാം വാക്യം ആരംഭിക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ കയറുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ പറയുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ കടക്കുന്നത്? ഇവിടെ ഈ വാക്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ദൈവരാജ്യ പ്രവേശനം മുതൽ ഈ ഭാഗ്യവചനത്തിൽ ഹൗ ടു എൻ്റർ ദ കിങ്ഡം, ഹൗ ടു എക്സ്പീരിയൻസ് ദ കിങ്ഡം ആൻഡ് ഹൗ ടു റിഫ്ലക്ട് ദ കിങ്ഡം. ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കണം, ദൈവരാജ്യത്തെ എങ്ങനെ അനുഭവിക്കണം, ദൈവരാജ്യത്തെ എങ്ങനെ പ്രതിഫലിക്കണം എന്നാണ് ആത്മാവിലെ ദാരിദ്ര്യം തുടങ്ങി അവസാനത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന അനുഭവം വരെ എന്താണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക,
ദൈവരാജ്യത്തെ അനുഭവിക്കുക, ദൈവരാജ്യത്തെ പ്രതിഫലിപ്പിക്കുക, ഇതാണ് ഈ ഭാഗ്യവചനങ്ങളുടെ ആകത്തുക. देखिए ये मुबारक वादियों को जरा आप जरा दौड़ के देखिए, उसका तीसरा वचन क्या बोलकर शुरू होता है? मुबारक है जो दिल के गरीब है, क्योंकि खुदावन की बादशाही उन्हीं का है। तो ये 3 से लेके 12 को अगर हम लोग गौर से पढ़ेंगे तो खुदावन की बादशाही में प्रवेश करना, खुदावन की बादशाही को अनुभव करना और खुदावन की बादशाही को हमारे जीवन के जरिए से दुनिया के सामने प्रस्तुत करना, ऐसे 3 बातों को हम लोग देख सकते हैं। खुदावन की बादशाही में प्रवेश करना, अनुभव करना और उसे प्रस्तुत करना दुनिया के सामने, ऐसे 3 बातों को हम लोग देख सकते हैं। ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഭാഗ്യവചനങ്ങൾ ഈ ലോകത്തിന്റെ ഭാഗ്യവചനങ്ങളിൽ നിന്നും ഭാഗ്യാവസ്ഥകളിൽ നിന്നും നേരെ വിപരീതമാണ് ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളും. ലോക മനുഷ്യനെ ഇത് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയത്തില്ല. ഇത് തല തിരിഞ്ഞതായിട്ട് ലോക മനുഷ്യന് തോന്നും. देखिए आप प्रभु के राज्य को ये 3 से लेके 12 जरा देखिए, यहाँ पर लिखा हुआ बात जो है, दुनिया का राज्य से, दुनिया का किंगडम से टोटली ऑपोजिट है। जैसा दुनिया मुबारक है, धन्य है सोचते, वैसा नहीं है परमेश्वर के राज्य में। टोटली ऑपोजिट है, अपसाइड डाउन है करके हम लोग देख सकते हैं। ശരിക്കും ഇത് റൈറ്റ് സൈഡ് അപ്പാണ്. പക്ഷെ ലോകം നോക്കുമ്പോൾ ഇത് തലതിരിഞ്ഞെന്ന് തോന്നുന്നു. ലോകം നോക്കുമ്പോൾ ഇത് മണ്ടത്തരമാണ്, ഭോഷത്വമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതാണ് കറക്റ്റ്. ലോകം ചിന്തിക്കുന്ന ഭാഗ്യാവസ്ഥകളെല്ലാം ശരിക്കും മടയത്തരങ്ങളാണ്, ശരിക്കും ഭോഷത്തരമാണ്. പക്ഷെ ശരിയായ ഭാഗ്യാവസ്ഥ ഇതാണ്. ഇതിൽ നാം നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ റിയൽ സക്സസ് എന്ന് പറയുന്നത്. दुनिया देखकर ये बोलेंगे कि अरे ये तो बेवकूफी है, कौन है गरीब, वो धन्य, गरीब कैसा धन्य हो सकता है, कौन गमहीन कैसा धन्य हो सकता है करके दुनिया देखकर बोलेंगे, तो भी परमेश्वर के दृष्टिकोण से, परमेश्वर के आंखों में ये है सच में मुबारक, सच में धन्य। ഈ 3 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് എന്റെ കൂടെ ശ്രദ്ധിക്കണമേ. ഈ ഓരോ വാക്യങ്ങളും അടുത്ത ഭാഗ്യവചനവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. എങ്ങനെയാണ് നാം ദൈവരാജ്യത്തിൽ കടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ദരിദ്രർ, ലോകത്തിന്റെ കോൺസെപ്റ്റ് നേരെ വിപരീതമാണ്. ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഭൗതിക ദാരിദ്ര്യമല്ല ഇവിടുത്തെ വിഷയം. ആത്മിക പാപ്പരത്വത്തെ തിരിച്ചറിയുക. ഞാൻ ആത്മീയമായി ശൂന്യമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവരാജ്യത്തിൽ എനിക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മിടുക്കനാണ്, കഴിവുള്ളവനാണ്, ഞാൻ നീതിമാനാണ്, അല്ല എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഞാൻ ചിന്തിച്ചാൽ ഐ എം ഔട്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ എനിക്കൊന്നുമില്ല. ദൈവത്തിന് ഓഫർ ചെയ്യാൻ പറ്റിയ, ദൈവത്തിന് സ്വീകാര്യമായി അർപ്പിക്കാൻ പറ്റിയ ഒന്നും എന്റെ പക്കലില്ലെന്ന് മനസ്സിലാക്കി ഒരു യാചകനെ പോലെ ദൈവ വാതിലിൽ വന്ന് മുട്ടുന്നവനാണ് ശരിക്കും ഭാഗ്യവാൻ. सच में प्रभु की बादशाही में कौन है धन्य? तीसरा वचन में क्या लिखा है? धन्य है वे जो मन के दीन है या दिल का गरीब है। दुनिया के नजर में अमीर व्यक्ति होगा धन्य, अमीर व्यक्ति होगा मुबारक, लेकिन प्रभु के नजर में जो अपने दिल की गरीबी को, अपने दिल की उस कंगालपन को देखा हुआ व्यक्ति है सच में धन्य। നമ്മുടെ ആത്മീക ശൂന്യത ദൈവത്തിന്റെ നീതി വെച്ച് നോക്കുമ്പോൾ 5-ാമത്തെ അവസാന വാക്യം പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീൻ. ദൈവത്തിന്റെ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് അത് വെച്ച് എന്നെ നോക്കുമ്പോൾ ഐ എം ഫെയിൽ എന്നല്ല, ഐ എം നോവെയർ. യാക്കോബ് 2:11 പറയുന്നത്, ന്യായപ്രമാണത്തിൽ ഒരെണ്ണം തെറ്റിച്ചാൽ ന്യായപ്രമാണം മൊത്തം തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാമിലൊക്കെ മൈനസ് മാർക്ക് ഉള്ളതുപോലെ 99 മാർക്ക് എനിക്ക് കിട്ടി. പക്ഷെ അവസാനത്തെ ചോദ്യം തെറ്റിപ്പോയാൽ മാർക്ക് എത്ര കിട്ടും? 0. കാരണം ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റി. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് 100 ഔട്ട് ഓഫ് 100 ദൈവത്തിന് സ്വീകാര്യമുള്ളു. ആ നീതിമാനായ ദൈവത്തിന് മുൻപിൽ ഐ എം ബാങ്ക്രപ്റ്റ്. ഞാൻ ശൂന്യനാണ്, എനിക്കൊന്നുമില്ല, ഞാൻ ഒരു യാചകനാണ്. ഞാൻ വീണ്ടും 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 വന്ന് മുട്ടുന്ന യാചകനായി വരുമ്പോഴാണ് സ്വർഗരാജ്യ പ്രവേശനം സുലഭമായി എനിക്ക് ലഭിക്കുന്നത്. मेरे भाई और बहनों, किसके सामने अपनी धार्मिकता जीरो दिखता है? प्रभु के धार्मिकता के सामने। 5वां अध्याय का लास्ट में लिखा है कि जिस तरह स्वर्गीय पिता सिद्ध है, उस तरह सिद्ध बनने के लिए मेरे भाई और बहनों, प्रभु का वचन में
प्रभु के नियमों को अगर हमने एक तोड़ा है तो पूरा तोड़ दिया हुआ जैसा है, ठीक है। तो परमेश्वर की बादशाही में उसकी रास्तबाजी के साथ अगर हमारी रास्तबाजी को अगर हम मिला के देखेंगे तो केवल जीरो काली नहीं, बल्कि मैं परमेश्वर के सामने कभी भी खड़ा नहीं रह सकता उस रास्तबाजी के सामने। ये गरीबी समझा हुआ व्यक्ति है धन्य मुबारक। ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇഫ് ഐ ഡോണ്ട് റിയലൈസ് ദാറ്റ് ഐ ഡിസർവ് ഹെൽ, ഐ ആം നോട്ട് റെഡി ടു എൻറ്റർ ദ കിങ്ഡം ഓർ ലീവ് ഇൻ ദ കിങ്ഡം. ഞാൻ നരകയോഗ്യനാണ്, ഞാൻ ശാപയോഗ്യനാണ്, കർത്താവിന്റെ കൃപയില്ലെങ്കിൽ ഞാൻ നരകത്തിൽ തന്നെ പോകുമെന്നുള്ള ആ തിരിച്ചറിവില്ലാത്ത വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. सच में कहा जाएगा तो अगर कोई ये नहीं समझेगा कि मैं वाकई में मेरा में कोई काबिलियत नहीं है, मैं योग्य नहीं हूं खुदावन की बादशाही में दाखिल होने का, मैं एक ही बात को डिसर्व करता हूं, वो है नरक। ये बात को नहीं पहचाना हुआ व्यक्ति खुदावन की बादशाही में दाखिल नहीं हो सकता। लेकिन जो व्यक्ति ये बात पहचान लिया, जो मैं डिसर्व करता हूं वो नहीं खुदावन मुझे दे रहा है, और अपनी कंगालपन को जाना हुआ व्यक्ति वो है धन्य, वो है मुबारक। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ്, ഞാൻ വലിയ മോശക്കാരനല്ല, ഞാൻ പോയില്ല, ഞാൻ സ്വർഗത്തിൽ പോയില്ല, പിന്നെ ആര് പോകും, എന്നെ കവിഞ്ഞ ആരേലും ഭക്തരുണ്ടോ എന്ന് വല്ല ചിന്ത നമ്മുടെ മനസ്സിൽ, നമ്മുടെ അബോധ മനസ്സിലൊക്കെ വരും. അങ്ങനെ ചിന്ത നമ്മൾ അടിമപ്പെട്ടു പോയാൽ നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവരാജ്യത്തിലുള്ളവന്റെ ചിന്ത, എനിക്കിതൊന്നും യോഗ്യതയില്ല, ഇത് കൃപയാണ്, ഞാനൊരു യാചകനാണ്, ഈ ദാരിദ്ര്യം തിരിച്ചറിയുന്ന, എനിക്ക് ഒരു യോഗ്യതയുമില്ല, എനിക്ക് സ്വർഗരാജ്യ പ്രവേശനം നേടിയെടുക്കുവാൻ എന്റെ പക്കൽ ഒന്നുമില്ലെന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ ആത്മിക ദാരിദ്ര്യം, ഭാഗ്യാവസ്ഥ. अगर आप में से कोई ऐसा सोचता है कि मैं तो ठीक हूँ, मुझे तो कोई मसला नहीं है, मैं तो बहुत अच्छा इंसान हूँ, मैं तो बहुत अच्छा व्यक्ति हूँ कर अगर कोई सोच है तो एक बात समझ लेना, हमारी धार्मिकता जो भी हम लोग कहते हैं वो खुदावन की धार्मिकता के साथ तुलना किया जाएंगे तो हम लोग उसके सामने कभी भी खड़ा नहीं रह सकते। ये कंगालपन को जानना ही सच में मुबारक है। ഇത് രണ്ടാം ഭാഗ്യവചനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എന്താ രണ്ടാം ഭാഗ്യവചനം പറയുന്നത്? ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയണം. തിരിച്ചറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന സ്വാഭാവിക അനുഭവമാണ് 4-ാം വാക്യം പറയുന്നത്, ദുഃഖിക്കുന്ന ഭാഗ്യവാന്മാർ. കടം കയറിയത് കൊണ്ടോ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തോ നഷ്ടമുണ്ടായതിന്റെ ദുഃഖമല്ല, ജോലി പോയതിന്റെ ദുഃഖമല്ല, രോഗം വന്നതിന്റെ ദുഃഖമല്ല, എന്റെ ആത്മിക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് തലതല്ലി കരയുന്ന. ഇന്നത്തെ കാലത്ത് ചിരിച്ചോണ്ടാ ചിലർ മാനസാന്തരപ്പെടുന്നത്, ചിരിച്ചോണ്ടാ രക്ഷിക്കപ്പെടുന്നത്. അല്ല, തകർന്ന് എന്റെ ആത്മിക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് അലമുറയിടുന്നതാണ് ഭാഗ്യാവസ്ഥയുടെ രണ്ടാം പടി. देखिए, ऐसा अपना कंगालपन को जाना हुआ व्यक्ति के जीवन में अगला होने वाला बात क्या है? 5 का 4 क्या लिखा है? वहां पर लिखा है कि धन्य है वे जो शोक करते हैं, जो गमहीन है। अपने कंगालपन को समझकर गमहीन होना नहीं तो शोक करना है धन्य व्यक्ति। आज जो है लोग तौबा करते हैं, लेकिन तौबा करके किस तरह करते हैं? वो हंस के मुस्कुरा के करते हैं। खुदावन के नजात कैसा पाने के लिए आते हैं? मुस्कुराते आते हुए। दिल के अंदर एक गमहीन नहीं है, दिल के अंदर एक शोक नहीं है अपने गुनाह के बारे में। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്ന ഒരു യാചകനെ പോലെ, ഈ ദൈവരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കുവാൻ ഒരു യോഗ്യതയുമില്ല, സുവിശേഷം കേട്ടപ്പോൾ ഞാനൊരു മഹാപാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എന്റെ പാപത്തെ ഓർത്ത് വിലപിച്ച ഒരു ഭൂതകാലം, ഒരു ഇന്നലകളിലെ അനുഭവമില്ലെങ്കിൽ ഞാൻ ശരിക്കും ദൈവരാജ്യത്തിൽ വന്നോ എന്ന് തന്നെ ചിന്തിക്കണം. കാരണം അങ്ങനെയുള്ള മാനസാന്തരമാണ് ദൈവിക ക്രിയ നടന്നതിന്റെ ലക്ഷ്യം. ആ അത്ഭുത നൊടിയിൽ ദൈവരാജ്യത്തിൽ വന്ന വ്യക്തിയിൽ വെളിപ്പെടേണ്ടത് അനുതാപവും മാനസാന്തരവുമാണ്. मेरे भाई और बहनों, अगर ऐसा एक गमहीन हमारे अंदर नहीं आया है तो, लोन नहीं मिला इस वजह से नहीं, या काम गया इस वजह से नहीं, कर्ज कर्ज ऊपर आया इस वजह से नहीं। मेरे भाई और बहनों, अपने गुनाहों को, अपने पापों को, अपनी धार्मिकता खुदावन की उस रास्तबाजी के साथ जब तुलना करते हैं,
तो मैं कंगाल हूं करके समझकर हम हमारे अंदर होने वाला शोक, ऐसा एक दुख हमारे जीवन में पिछले दिनों में नहीं आया है, तो हम अपने आप से पूछना चाहिए, क्या मैं वाकई में खुदा उनकी बादशाही में हूं या नहीं। മാനസാന്തരം കൂടാതെ, പാപബോധം കൂടാതെ, യഥാർത്ഥമായ ദുഃഖം ഉളവാകാതെ ആർക്കും ദൈവരാജ്യം അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ തീർത്ത് അസന്നിഗ്ധമായി ഈ വചനത്തിന്റെ തെളിവിൽ പറയുകയാണ്. मैं आप लोग से एक बात क्लियरली बताता हूं, अगर कोई आप में से मन नहीं फिराया है या तौबा सच में नहीं किया है, अपने हृदय के कंगालपन को नहीं जाना है, तो मैं आप लोग से सच कहता हूं कि आप खुदा उनकी बादशाही में नहीं है। നമ്മുടെ ആത്മിക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് നാം ദുഃഖിക്കുമ്പോൾ, ആത്മിക ദുഃഖം 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്നത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദുഃഖം വെളിപ്പെടുമ്പോൾ, മൂന്നാമത് അതിനോട് ചേർന്ന് വരുന്നതാണ് സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യത എന്ന് പറയുമ്പോൾ എന്റെ അവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ദുഃഖിച്ച് കരയുകയാണ്, എന്റെ ആത്മിക ദാരിദ്ര്യത്തെ മനസ്സിലാക്കി ഞാൻ കരഞ്ഞ്, ഞാൻ ദൈവ മുൻപിൽ എന്റെ ഉള്ള അവസ്ഥ സമ്മതിക്കുന്ന, അതിനുവേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഈ സൗമ്യത. ऐसा अपने आत्मिक कंगालपन को जानकर दिल के अंदर गमहीन शोक होने के बाद तीसरा होता वो बात है, 5वां वचन में हम लोग देखते हैं, धन्य है वे जो नम्र है, धन्य है जो अलीम है। मतलब परमेश्वर के सामने अपने कंगालपन को मान लेना और अधीन होना, नम्र होना, हम लोग देख सकते हैं कि ये अगला होता हुआ बात है। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടുത്തെ വാക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലാകുന്ന നിലയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഭാഗം തെളിയിച്ചു പറയുവാൻ നമുക്ക് ഒത്തിരി പവർ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവരാജ്യത്തിൽ വിലപ്പോത്തില്ല. നമ്മുടെ മിടുക്ക്, നമ്മുടെ സാമർഥ്യം, നമ്മുടെ അറിവ്, നമ്മുടെ മസിൽ പവർ ഒക്കെ കണ്ടേക്കാം. ഇതെല്ലാം ദൈവരാജ്യത്തിൽ ശൂന്യമാണെന്ന് മനസ്സിലാക്കി എന്റെ നാച്ചുറൽ പവറിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ പവറിനെ ദൈവകൃപയുടെ മുൻപിൽ അടിയറവ് പറഞ്ഞ്, ഒരു ഒരു ശത്രു പടയാളി തോക്ക് ചൂണ്ടുമ്പോൾ കൈ ഉയർത്തി സറണ്ടർ ചെയ്യുന്നതാണ് ശരിക്കും പവർ കമ്മിങ് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. അതാണ് മീക്ക്നെസ്, അതാണ് സൗമ്യത. देखिए यहाँ पर नम्र ने तो नम्र होना, अलीम होना, मतलब मैं अपनी कंगालपन को जानकर प्रभु के सामने पूरे समर्पित होकर, समर्पण के साथ, प्रभु जी मैं अपने पूरे हथियार को तेरे सामने रख देता हूँ। हम बहुत स्मार्ट लोग हैं, हमें अपनी बात करने को आता है, हमें अपनी बात को सामने लोगों के सामने रखने को आता है। ये सारा स्मार्टनेस जो है, ये सारा खूबियों को जो है, अपने कंगालपन को जाना वो व्यक्ति जिस तरह अपने सारे हथियारों को प्रभु के सामने छोड़कर कहता है कि प्रभु जी मैं अपने आप को तेरे सामने समर्पित करता हूं, ऐसा एक नम्र हो गया व्यक्ति है, धन्य ने तो मुबारक। ഒന്ന്, നമ്മൾ കണ്ടു ആത്മാവിലെ ദാരിദ്ര്യം. 2, അതിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖം. 3, നമ്മളുടെ താഴ്മ, നമ്മൾ അടിയറവ് പറയുക. അതുകൊണ്ട് തീരുകയല്ല, ഇതിന്റെ എല്ലാം രത്നചുരുക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിക്കുള്ള വിശപ്പും ദാഹവും. എന്റെ നീതി ദൈവത്തിന് മുൻപിൽ വിലപ്പോകത്തില്ല. എന്റെ നീതി കറ പുരണ്ട തുണി പോലെയാ. എനിക്ക് ദൈവത്തിന്റെ നീതി സൗജന്യമായി വിശ്വസിക്കുന്നവർക്ക് ക്രൂശ് നിമിത്തം, ക്രിസ്തുവിന്റെ മരണം നിമിത്തം ചൊരിയപ്പെടുന്ന ആ നീതി എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ദാഹിക്കുമ്പോൾ, വിശക്കുമ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമുണ്ട്. അതാണ് നാം ഇവിടെ കാണുന്നത്. अगला जो है 6वां वचन जरा देखिए, वहां पर क्या लिखा है, मुबारक है जो रास्तबाजी के सबक में भूखे और प्यासे हैं, नहीं तो धर्म के भूखे और प्यासे। प्रभु के सामने जाकर कहेंगे, प्रभु जी मेरा धार्मिकता, मेरा रास्तबाजी तेरे सामने जो है एक एक अ, 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 एक बुरे कपड़े के समान है, लेकिन प्रभु जी मुझे धोकर शुद्ध कर केवल नहीं, बल्कि तेरे रास्तबाजी मेरे अंदर आए कर कर, ये सोचकर भूख और प्यास उस रास्तबाजी के लिए जिसके अंदर है, वो है सच में मुबारक व्यक्ति। ഈ 4 ഭാഗ്യവചനങ്ങൾ കർത്താവിന്റെ സുവിശേഷത്തോടുള്ള നമ്മുടെ പ്രതികരണമായിട്ട് ചിന്തിച്ചാൽ മതി. സുവിശേഷം കേൾക്കുമ്പോൾ
നമ്മൾ പാപിയാണെന്നും യേശു രക്ഷിതാവാണെന്നും രക്ഷ വേണമെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രതികരണമാണ്, ക്രിസ്തീയ ജീവിതത്തിൽ തുടർമാനം ഉണ്ടാകേണ്ട പ്രതികരണമാണ്. ഈ ഓരോ പ്രതികരണത്തിനും ഓരോ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ദാരിദ്ര്യം തിരിച്ചറിയുമ്പോൾ സ്വർഗരാജ്യം എനിക്ക് ലഭിക്കുകയാണ്. ഞാൻ ദുഃഖിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുക. ഞാൻ സൗമ്യനാകുമ്പോൾ ദൈവരാജ്യം ഭൂമിയെ കീഴ്പ്പെടുത്തുന്ന നാളിൽ ഭൂമിയെ കൈവശമാക്കുന്നവൻ ഞാൻ ആയി തീരുകയാണ്. നീതിക്കായി വിശന്ന് ദാഹിക്കുമ്പോൾ എന്നെ ദൈവം തൃപ്തനാക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. देखिए यहाँ पर सुसमाचार सुनने के बाद मैं और आप लोग किस तरह रिस्पॉन्ड करते हैं, ऐसा रिस्पॉन्ड करना चाहिए। मत्ती 5 का 3 से लेके 6 तक हम लोग ने पढ़ा हुआ वचन जो है, सुसमाचार सुना हुआ एक व्यक्ति का रिस्पॉन्ड क्या है। वो अपने कंगालपन को जान लिया, जानने के बाद उसके दिल में बहुत बड़ा दुख उस विषय में आया, अपने गुनाह को, अपनी धार्मिकता को सोचकर वो गमगीन हुआ है। ऐसा गमगीन हो गया वो व्यक्ति, वो नम्र हुआ है और प्रभु के और धार्मिकता के लिए भूखे और प्यासे हैं। हर एक बार जब हम लोग ऐसा होते हैं तो उसका रिवॉर्ड भी है, उसका प्रतिफल भी है कर हम लोग देख सकते हैं। जब हम लोग आत्मा में गरीब हो जाते हैं तो खुदा की बादशाही हमारा है। जब भी हम लोग जो है दुख हो जाते हैं, गमगीन हो जाते हैं, तो खुदावंत हमें तसल्ली देता है। और जब हम लोग नम्र होते हैं, जब भी परमेश्वर अपने राज्य में आएगा, वो पृथ्वी का मैं और आप लोग अवकाशी बन जाते हैं। और जब भी हम लोग भूखे और प्यासे होते खुदावन की रास्तबाजी के लिए, मुझे और आप लोग को खुदावन जो है आसूदा करता है या तृप्त करता है कर हम लोग देख सकते हैं। നോക്കിയേ, നീതിക്കായി വിശന്ന് നയിക്കുന്നവനെ ദൈവം ഉള്ളിൽ നിറയ്ക്കുക. കപടഭക്തിക്കാരനായ പരീക്ഷൻ പിണ്ടത്തിന്റെ പുറം മാത്രം വെടുപ്പാക്കി അകം മൊത്തം അഴുക്കായി നിൽക്കുമ്പോൾ ഇതാ പാപത്തെ ഓർത്ത് വിലപിച്ച് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി വിശന്നു ജായിക്കുമ്പോൾ ഉള്ളിനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ നീതിയാൽ നിറയപ്പെടുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലനങ്ങളാണ് അടുത്ത ഭാഗ്യവചനങ്ങളിൽ നാം കാണുന്നത്. देखिए छठवां वचन में, धन्य है वे जो धर्म के प्यासे और भूखे हैं, ऐसे लोग जिनके प्यास और भूख खुदावन की रास्तबाजी के लिए, उनके प्यास और भूख को खुदावन अंदर ही से पूरा करता है। एक फरीसी और एक शास्त्री जो है, उसका धार्मिकता, उसका जो रास्तबाजी बाहर है, उसका भूख और प्यास नहीं आसूदा होता है, बल्कि सच में मेरी रास्तबाजी नहीं, बल्कि खुदावन की रास्तबाजी मेरे अंदर आना चाहिए, मेरे अंदर से बाहर जाना चाहिए, सोचकर भूख और प्यास में है, उनको खुदा नासुदा और तसल्ली देता है कर हम लोग देखते हैं। उसके बाद होने वाला बातें हैं 7 से लेके 12 तक हम लोग देख सकते हैं। അവിടെ കാണുന്ന 4 കാര്യങ്ങൾ ഞാൻ തൊട്ട് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ നീതിയാൽ തൃപ്തിപ്പെട്ട വ്യക്തി, ദാഹിച്ചു വിശന്ന നീതി കിട്ടി, ദൈവരാജ്യ പ്രവേശനം കിട്ടി, ദൈവരാജ്യം അനുഭവിക്കുന്ന വ്യക്തി, അവരിൽ വെളിപ്പെടുന്ന 4 അവസ്ഥകളാണ്. അവർ കരുണയുള്ളവരായിരിക്കും, അവർ കരുണ കാണിക്കുന്നവരാ, അവര് മറ്റുള്ളവരുടെ ബന്ധത്തിൽ കരുണയിൽ പെരുമാറുന്നു. 2, അവരുടെ ഹൃദയശുദ്ധി ഉള്ളത് കൊണ്ട് അവർ ദൈവത്തെ കാണുക, അനുഭവിക്കുകയും ചെയ്യും. 3, അവർ സമാധാനം ഉണ്ടാക്കുന്നവരാകും. 4, അവർ ഉപദ്രവിക്കപ്പെടും. ഇതെല്ലാം ഭാഗ്യാവസ്ഥകളാണ്. ദൈവരാജ്യം അനുഭവിക്കുന്ന, പ്രതിഫലിക്കുന്ന വ്യക്തിയുടെ ഭാഗ്യമാണ്. ऐसे भूखे और प्यासे, खुदावन की बादशाही के लिए भूखे और प्यासे होने के बाद हमारे जीवन से क्या क्या बाहर आता है। 7वां वचन देखिए, वहां पर क्या लिखा है कि धन्य है वे जो दयावंत है, दूसरों को दया दिखाएंगे, दूसरों पर करुणा दिखाएंगे। फिर उसके बाद लिखा है कि उनका मन जो है शुद्ध होंगे। उसके बाद लिखा है कि वो जो है मेल करवाने होंगे, लड़ाई करवाने वाले नहीं होंगे, बल्कि लोग मेल करवाने वाले होंगे। 10वां वचन में लिखा है कि खुदावन की उस रास्तबाजी के कारण जो है सताए जाएंगे। मतलब ऐसा भूखे खुदावन की रास्तबाजी के लिए, नहीं तो परमेश्वर की धार्मिकता के लिए जो भूखे और प्यासे हैं, उनके जीवन में 7 से लेके 12-13 तक का जो बातें हैं, वो उनके जीवन में प्रकट होगा कर हम लोग देख सकते हैं। സോ ഈ ഭാഗ്യവചനത്തിലെ അവസാന ഭാഗ്യവചനം, അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവരാജ്യ പ്രവേശനം ആത്മാവിൽ ദരിദ്രനുള്ളവന് കിട്ടുമ്പോൾ തന്നെ അതേ ദൈവരാജ്യ പ്രവേശനം ലഭിച്ച ആളെ കുറിച്ച് 10-ാം വാക്യത്തിൽ പറയുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഒരു ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
ആത്മാവിലെ ദാരിദ്ര്യത്താൽ സ്വർഗരാജ്യത്തിൽ കയറിയ വ്യക്തി ആ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട്, സ്വർഗരാജ്യത്തിന്റെ നീതി വഹിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ ഉപദ്രവിക്കപ്പെട്ടിരിക്കുമെന്നാണ് ദൈവവചനം തെളിവായി പറയുന്നത്. ഞാൻ ദൈവരാജ്യത്തിലായതിന്റെ തെളിവാണ് ഈ ദൈവരാജ്യ നീതി നിമിത്തം, ഈ കർത്താവ് നിമിത്തം ഞാൻ ഉപദ്രവം സഹിക്കുന്നത്. प्रभु के राज्य में आप पहुंच गए या प्रभु के राज्य में है, उसका सबूत क्या है? 3:10 में क्या लिखा है कि धन्य है जो धर्म के कारण सताए जाते हैं। प्रभु के लिए सताए जाना प्रभु के राज्य में आए हुए लोगों के लिए अनिवार्य है। उनके लिए लिखा गया है कि प्रभु के राज्य में आए हुए हैं तो प्रभु के राज्य के अनुसार जिएंगे तो लोग, दुनिया आपको सताएंगे। ये सताए हुए लोग, वो लोग मुबारक है कर कर परमेश्वर का वचन हमसे कहता है। 2 തിമോത്തിയോസ് 3:12 എടുക്കേണ്ട അവിടെ പറയുന്നത്, ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടായേക്കാമെന്നല്ല, ഉണ്ടാകും. ക്രിസ്തു നിമിത്തമുള്ള ഉപദ്രവം അതൊരു ആകസ്മികമായി സംഭവിച്ചേക്കാമെന്ന കാര്യമല്ല, ഉറപ്പായി സംഭവിക്കും. യു മേ ബി പെർസിക്യൂട്ടഡ് എന്നല്ല, ഇഫ് യു വിൽ ബി പെർസിക്യൂട്ടഡ് എന്നല്ല, യു വിൽ ബി പെർസിക്യൂട്ടഡ് बिकॉज यू आर स्टैंडिंग फॉर जीसस. देखिए, प्रभु के राज्य में आए हुए लोग शायद वो लोग सताए जाएंगे, ऐसा नहीं लिखा है, बल्कि क्या लिखा है, जो भक्ति के साथ जीने के लिए जो चाहते हैं वो लोग सताए जाएंगे। मतलब शायद सताएंगे जाएंगे नहीं, बल्कि प्रभु के बादशाह में दाखिल हुआ है तो आप जरूर सताए जाएंगे। നോക്കിയേ, വെൻ പീപ്പിൾ ഇൻസൾട്ട് യു, ഇഫ് പീപ്പിൾ ഇൻസൾട്ട് യു എന്നല്ല, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ, ചെയ്താലെന്നല്ല, ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ക്രിസ്തു നിമിത്തമുള്ള ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തു നിമിത്തം ഒറ്റപ്പെടും. ക്രിസ്തു നിമിത്തം, നീതി നിമിത്തം എന്ന് 10-ാം വാക്യത്തിൽ പറയുന്നു, 11-ാം വാക്യത്തിൽ ക്രിസ്തു നിമിത്തം എന്ന് പറയുന്നു. അവിടെ ശിഷ്യന്റെ പ്രതികരണം എന്താ? അവന് ആനന്ദിക്കുക. അവിടെ പറയുന്നത് തുള്ളിച്ചാടുക, ഉല്ലസിക്കുന്ന ഒരു ശിഷ്യൻ. കാരണം എന്താ? നീതി, ക്രിസ്തുവിന്റെ നീതി താൻ ലഭിച്ചതുകൊണ്ട്, താൻ ദൈവരാജ്യത്തിലായതുകൊണ്ട്, ഭാഗ്യാവസ്ഥയിലായതുകൊണ്ട് തനിക്ക് ആനന്ദിക്കാൻ കഴിയും. देखिए 3:11, मत्ती 3:11 में क्या लिखा है, धन्य हो तुम जब मनुष्य मेरे कारण, मतलब मसीह के कारण तुम्हारी निंदा शायद करेगा करके नहीं लिखा है, बल्कि करे। और आगे लिखा है कि और सताए और झूठ बोलकर तुम्हारे विरुद्ध में सब प्रकार की बुरी बातें शायद करेंगे करके नहीं लिखा है, बल्कि करेंगे करके लिखा है। मतलब प्रभु की बादशाही में आएंगे तो सताव है, प्रभु के नाम के निमित्त जो है हमें सताव, उपद्रव सब है, लेकिन हमारा प्रतिक्रिया क्या है, हमारा रिस्पॉन्स क्या है, उसका 12 में लिखा है कि आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसके लिए तुम आनंदित और फल होना। मतलब प्रभु के लोग सभी सताए जाएंगे, प्रभु यीशु मसीह के नाम के निमित्त जब ये पीड़ा सहेंगे, उनका प्रतिक्रिया वो लोग आनंद के साथ मगन करेंगे, क्योंकि यीशु के नाम के लिए हम लोग ये पीड़ा सह रहे करके उन्हें पता है। സോ ഈ ആദ്യത്തെ ഡിവിഷൻ നമ്മൾ കണ്ടത് ശിഷ്യന്റെ ആന്തരിക സ്വഭാവം. ശിഷ്യന്റെ ആന്തരിക സ്വഭാവം, അവൻ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലായതുകൊണ്ട് ഈ ലോകത്തിൽ അവന് ഉപദ്രവമാണ്, അവന് കഷ്ടതയാണ്, അവൻ ഒറ്റപ്പെട്ടവനാണ്, ഈ ലോകത്തിൽ തള്ളപ്പെട്ടവനാണ്. പക്ഷെ അവൻ ഉറപ്പുള്ളത്, ഞാൻ സ്വർഗരാജ്യത്തിലാണ്, സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം വലുതാണ്. ഭൂമിയിൽ അവൻ റിജക്റ്റഡ് ആണ്, സ്വർഗത്തിൽ അവൻ അക്സെപ്റ്റഡ് ആണ്, ബ്ലെസ്ഡ് ആണ്. അതാണ് ശിഷ്യന്റെ ഭാഗ്യാവസ്ഥ. देखिए, एक शिष्य का मुबारक बात क्या है मालूम है? उन्हें पता है कि धरती में वो शायद निंदा, धरती में लोग उसे सताएंगे, उसे तुच्छ समझेंगे, उसे अकेला कर देगा, लेकिन प्रभु के सामने वो मुबारक है, क्योंकि वो खुदावन की बादशाह में फजल के जरिए से उसका दाखिल हुआ है, और उसका भूख और उसका प्यास, उसका अरेक स्वभाव जो है परमेश्वर की धार्मिकता के लिए प्यास और भूखे हैं, इसके लिए वो मुबारक है, इसके लिए वो सताया जाता है, इसके लिए लोग उसकी निंदा करता है। ये समझा हुआ व्यक्ति जो है प्रभु में आनंदित केवल नहीं होंगे, बल्कि उसको ये पता है कि सच में मुबारक बात ये है, सच में धन्य होने का मतलब ये है।
നോക്കിയേ, പൗലോസിന്റെ ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവ് നിമിത്തം അവർ അപമാനിക്കപ്പെട്ടവർ, മാനഹീനരായി തീരുകയാണ്, ബലഹീനരായി തീരുകയാണ്, അവരെല്ലാ നിലകളിലും ഉപദ്രവം സഹിക്കുകയാണ്. അവർ ലോകത്തിന്റെ അഴുക്കായിട്ടും അവർ വേണ്ടാത്തവരായിട്ടും ഉപദ്രവം ഏറ്റിട്ട് സഹിച്ച് ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറഞ്ഞ് ലോകത്തിന്റെ ചവറുപോലെയും ഇന്നുവരെ സകലത്തിന്റെയും അഴുക്കായിട്ടും തീർന്നിരിക്കുകയാണ്. ലോകത്തിന്റെ വേസ്റ്റ് ആയി മാറുകയാണ്. ലോക മുൻപിൽ റിജക്റ്റഡ് ആയി മാറുകയാണ് ഡിസൈപ്പിൾ. ഇതാണ് പൗലോസാണ് ഈ ജീവിതം വെളിപ്പെടുത്തിയ ഒരു വ്യക്തി. ലോകത്തിന്റെ അഴുക്കായിട്ടും ലോകത്തിന്റെ വേസ്റ്റ് ആയിട്ടും ലോകത്തിന്റെ ചവറായിട്ടും മാറുമ്പോൾ ദൈവ മുൻപിൽ അവർ ശ്രേഷ്ഠരായി ശിഷ്യൻ ആന്തരിക സ്വഭാവത്തിൽ നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. कोरिन्थियों के पत्री में पौलुस इस तरह कहता है कि दुनिया के नजर में हम लोग जो एक कूड़ा लोग समझते हैं, निंदा करते, तुच्छ समझते हैं, लेकिन परमेश्वर के नजर में ऐसे लोग जो है धन्य हैं, परमेश्वर के नजर में ऐसे लोग जो है मुबारक है करके पौलुस कोरिन्थियों के पत्री से हमसे ये बताता है. ഇത് നമ്മളെ അടുത്ത പിരിവിലേക്ക് നയിക്കുകയാണ്. ലോകത്തിന് മുൻപിൽ റിജക്റ്റഡ് ആണെങ്കിലും, സൊസൈറ്റി നമ്മളെ റിജക്റ്റ് ചെയ്യുന്നെങ്കിലും, നമ്മുടെ വിളി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ഉൾവലിയുകയല്ല. ഏതെങ്കിലും ഹിമാലയത്തിന്റെ സാനുക്കളിൽ പോയി തപസിരിക്കാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ശിഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നത്. ऐसा जब भी दुनिया एक चेलों को जब भी अलग कर देता है, निंदा कर देता है, तुच्छ समझता है, तो दुनिया से भाग कर कोई हिमालय पहाड़ पर जाकर तपस करने के लिए नहीं प्रभु ने हमको बुलाया है, बल्कि ये दुनिया में ही हमको नूर और नमक होकर ये दुनिया में प्रभु के लिए, प्रभु का नाम को प्रकट करने के लिए प्रभु ने हमको बुलाया है. ലോകം നമ്മളെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലോകത്തോടുള്ള റെസ്പോൺസ് എന്താ? ലോകത്തിൽ നിന്ന് മറയുകയല്ല, ഓടി മറയുകയല്ല, ലോകത്തിലേക്ക് നമ്മളെ തള്ളുന്ന, നമ്മുടെ നാഥനെ തള്ളിക്കളഞ്ഞ, ആ നാഥനെയും നാഥന്റെ ശിഷ്യന്മാരെയും റിജക്റ്റ് ചെയ്യുന്ന ലോകത്തിലേക്ക് ഇറങ്ങി വെളിച്ചമായി, ലോകത്തിന്റെ ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി നമ്മൾ ഈ സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യുവാൻ, സ്പർശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാണ് ഈ ബൈബിൾ സ്റ്റഡി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. देखिए, दुनिया जब भी रिजेक्ट करता है यीशु के चेलों को, जो दुनिया जब भी निंदा करता है, तो दुनिया से भागने के लिए नहीं परमेश्वर के चेलों को प्रभु ने बुलाया, बल्कि एक नूर होकर, एक रोशनी होकर, एक दुनिया का नमक होकर इस धरती में प्रभु का नाम को प्रकट करने के लिए, प्रभु उस स्वर्ग राज्य की धार्मिकता को प्रकट करने के लिए प्रभु ने मुझे आप लोगों को बुलाया है. और इस बाइबल स्टडी को भी हम लोग इसके लिए कर रहे हैं. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ശിഷ്യന്റെ ആന്തരിക സ്വഭാവത്തിലേക്കാണ് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ ആന്തരിക സ്വഭാവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് കർത്താവിന് വേണ്ടി നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചുറ്റുമുള്ളവരെ സ്പർശിക്കാൻ കഴിയും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാനിവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ये सेशन को मैं यहाँ पर ये बात बोलकर बंद करता हूँ. मत्ती 5:3 से लेके 12 में एक चेले का स्वभाव, इंटरनल कैरेक्टर के बारे में हम लोग ने देखा. ये चेला दुनिया में सताए जाएंगे, पीड़ा में आएंगे, सब कुछ आएंगे, लेकिन उसके बाद 13 से लेके हम लोग वचन में ये पढ़ते हैं कि ऐसे चेले दुनिया से भाग के जाने के लिए नहीं प्रभु ने उनको चुना, बल्कि दुनिया में प्रभु ने उनको इसके लिए चुना ताकि वो लोग रोशनी हो जाए, वो लोग नमक हो जाए, दुनिया के लोगों को वो लोग एक नूर के समान परमेश्वर के बारे में बताने के लिए एक रिप्रेजेंटेटिव होकर, एक एम्बेसडर होकर परमेश्वर ने इस धरती पर मुझे आप लोग को रखा है. इस वचन से प्रभु हम सब लोगों को आशीष अनुग्रह दे. हालेलुया. अपने हाथ उठाकर हम लोग प्रभु को धन्यवाद करेंगे.